നിങ്ങളുടെ അനേകം കുട്ടികൾ നിരീശ്വരവാദത്തിലേക്ക് പോകും. നിങ്ങളുടെ അനേകം ചെറുപ്പക്കാർ യുക്തിവാദികളായി മാറും. കാരണം നിങ്ങളുടെ ഫെയ്ത്തിന് ഒരു ബേസിസ് ഇല്ല. നിങ്ങൾ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് എവിടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. പെന്റിക്കോസ്റ്റൽ വിശ്വാസികളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ദൈവം ആരാണ്? പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന് മഹത്വം. വാത്സല്യ സഹോദരങ്ങളെ, പുതുവർഷത്തിലെ നമ്മളുടെ ആദ്യത്തെ കൂടിവരവാണ്. ഈ ആദ്യത്തെ കൂടിവരവിൽ നാം ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ഉത്സാഹികളായി അതുപോലെ ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ പുതുവർഷത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അവസാന സെഷനിൽ നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ പൊതുവായി ചില കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അങ്ങനെ പൊതുവായി പറഞ്ഞ ആ കാര്യങ്ങളിലും ഗൗരവമുള്ള വിഷയങ്ങളാണ് പറഞ്ഞത്. വിശേഷാൽ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. ആ വാക്യത്തിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ വേണ്ടി നമ്മളതിന് മുകളിൽ 37-38 വാക്യങ്ങളെ ചേർത്ത് വെച്ച് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുകയും അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നവർ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയായിരുന്നു. അത് പറഞ്ഞ കൂട്ടത്തിലാണ് അപ്പസ്തോലൻ തൻ്റെ അടുക്കൽ ഓടിക്കൂടിയ യഹൂദന്മാരോട് പറഞ്ഞത്, ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളൊക്കെ മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും പിന്നെ ദൂരസ്ഥരായ എല്ലാവർക്കും അത് ലഭിക്കുമെന്നുള്ള കാര്യം പറഞ്ഞു. അതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ പറയായിരുന്നു. ഏത് കാലത്തും എല്ലാ കാലത്തും ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് ഒരൊറ്റ പാറ്റേണേ ഉള്ളൂ, അല്ലാതെ വേറെ പാറ്റേൺ ഒന്നുമില്ല. അത് സുവിശേഷ നിമിത്തമല്ലാതെ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. സുവിശേഷം എന്ന ഒരേ ഒരു വഴി, അല്ലെങ്കിൽ യേശുക്രിസ്തു എന്ന ഒരേ ഒരു വഴി, ആ വഴി കണ്ടെത്തണം. അത് കണ്ടെത്താതെ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമില്ല. മാതാപിതാക്കളുടെ ഒരു കെയ്റോഫിലോ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. എല്ലാവർക്കും സുബോധം കൊടുത്തിട്ടുണ്ട്. ആ സുബോധത്തിനനുസരിച്ച് രക്ഷകനെ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് പരിശുദ്ധാത്മാവ് സഹായിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയിൽ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. തെരഞ്ഞെടുപ്പ് നമ്മുടെ പക്ഷത്താണ്. പാപത്തിൽ ജീവിക്കണമോ അതോ വിശുദ്ധ ജീവിതം നയിക്കണമോ, അത് നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന കാര്യങ്ങളാണ്. അല്ലാതെ മതപരിവർത്തനം എന്നുള്ള രീതിയിൽ ഇന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെയൊന്നുമല്ല ക്രിസ്തീയ ജീവിതത്തിലേക്കുള്ള പ്രവേശനം എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ച ആ വിഷയത്തിലൂടെ ഒരളവിൽ വെളിപ്പെട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭ സമയത്ത് നമ്മൾ പെൻഡിങ്ങിൽ വെച്ച ആ കാര്യങ്ങളിലേക്കാണ് കടന്നു പോകുന്നത്. അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട ഓർത്തഡോക്സ് വൈദികൻ നമ്മോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു വരികയായിരുന്നു. കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ച നമ്മൾ ഒരളവിലിങ്ങനെ പറഞ്ഞു വെച്ചു, എന്നാൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ച വർഷാവസാനമൊക്കെ ആയതുകൊണ്ട് പൊതുവിലങ്ങ് പറഞ്ഞ് പോയെന്ന് മാത്രം. പുതുവർഷത്തിൻ്റെ ആരംഭത്തിലും സ്വാഭാവികമായി പ്രസംഗകർ പ്രസംഗിക്കുമ്പോൾ ജനത്തിനൊരു ആശീർവാദം ലഭിക്കുമാർ, അവരെ ഉത്തേജിപ്പിക്കുമാർ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളുമൊക്കെ പറയും. എന്നെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഒരുപോലെ തന്നെയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഓരോ ദിവസങ്ങൾ ദൈവം നമുക്ക് നൽകുന്നു. എല്ലാ ദിവസവും നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവം നമ്മിൽ വസിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് വിശേഷതകളൊന്നുമില്ല. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൻ്റെ തുടർച്ച തന്നെയാണ് അതുകൊണ്ട് ഇന്നും ചിന്തിക്കുന്നത്. കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ച നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മോട് പറഞ്ഞ കാര്യങ്ങളെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കി. അതായത് അദ്ദേഹം പറഞ്ഞു വന്നതിനകത്ത് നിങ്ങളുടെ ഈ വിശ്വാസമുണ്ടല്ലോ, ഈ പെന്തക്കോസ്ത് വിശ്വാസം എന്നൊക്കെ നിങ്ങൾ പറയുന്ന ആ വിശ്വാസമൊക്കെ തകർന്നു പോകും. അതുപോലെ നിങ്ങളുടെ യൗവനക്കാരൊക്കെ നിരീശ്വരവാദികളും ദൈവവിശ്വാസം ഇല്ലാത്തവരൊക്കെ ആയി മാറിപ്പോകും, അവർ തെറ്റായ വഴികളിലൊക്കെ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിന് പിന്നത്തേതിലൊരു മറുപടി പറയാമെന്നാണ് ഞാൻ ധരിച്ചത്. എന്നാൽ കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ചയിൽ പറഞ്ഞു വന്നപ്പോൾ ഭംഗ്യന്തരേണ ആ വിഷയത്തിലേക്ക് വന്നിരുന്നു. അതിൽ വളരെ രസകരമായൊരു കാര്യം, അച്ഛൻ ഈ ചോദ്യം നമ്മളോട് ചോദിച്ചിട്ട് 3-4 മാസം കഴിഞ്ഞു. നമ്മൾ അതിലെ 10-12 ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു വന്നു. അതിനിടയിൽ ചില ജനറൽ മെസ്സേജുകളൊക്കെ വന്നു. അങ്ങനെയാണ് ഇത്രയും മാസങ്ങൾ താമസിച്ചു പോയത്. ആ ചോദിച്ച സമയത്ത് തന്നെ നമുക്ക് മറുപടി പറയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ മറുപടി പറയുമ്പോൾ
അത് ഇത്തിരി വിശേഷപ്പെട്ട മറുപടിയായിട്ട് മാറും. കാരണം ചോദ്യം ചോദിച്ചയാൾ കോട്ടയം ജില്ലയിൽ നാട്ടാശ്ശേരി പഞ്ചായത്തിലിരുന്ന ചോദ്യം ചോദിച്ചത്. അതിനോടൊന്നും വലിയ ദൂരമല്ലാത്ത ഒരു ദിക്കാണ് പുതുപ്പള്ളി പഞ്ചായത്ത് എന്ന് പറയുന്നത്. അതിപുരാതന ഓർത്തഡോക്സിയിൽ മുറുകെ പിടിക്കുന്ന പുതുപ്പള്ളി പള്ളിയുടെ ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ഒരു അരുമ സന്താനം ഒരു മല കയറാൻ പോയ കാര്യം ഇതിനിടയിൽ സംഭവിച്ചു. അച്ഛൻ നമ്മളോട് ചോദ്യം ചോദിച്ചിട്ട് 4-5 മാസമായി. പക്ഷേ ഉത്തരം പറഞ്ഞു വന്നപ്പോൾ ലേറ്റായിപ്പോയി. അപ്പോൾ എനിക്കും സൗകര്യപ്രദമായ നിലയിൽ നമ്മുടെ ബാബുമോനെ മല കയറ്റി താഴെ ഇറക്കി. അതുകൊണ്ട് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് എളുപ്പമായി. എൻ്റെ അറിവിൽ ഈ അടുത്ത കാലത്തൊന്നും ഒരു പെന്തിക്കോസുകാരനും ഇങ്ങനെ മല കയറാനോ ഹജ്ജിന് പോകാനോ അങ്ങനെയുള്ള ഒരു കർമ്മത്തിനും പോയതായിട്ട് അറിയില്ല. അങ്ങനെയൊന്നും പോയതായിട്ട് എൻ്റെ ഒരു അറിവിലുമില്ല. 1-ാം പ്രമാണം ലംഘിച്ചതായിട്ട് അങ്ങനെ അപൂർവ കേട്ട് കേൾവിയുള്ളൂ. പിന്നെ എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട് ചില പെൺകുട്ടികൾ അവരുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ കൂടെ പഠിച്ച ആൺപിള്ളേരുമായിട്ടൊക്കെയുള്ള സഹവർത്തിത്വത്തിലേക്ക് വന്ന് പിന്നെ അത് സഹവാസത്തിലേക്കൊക്കെ എത്തിപ്പെട്ട് രജിസ്റ്റർ കച്ചേരിയിൽ പോയിട്ട് കല്യാണം കഴിച്ചു പോയി എന്നൊക്കെയുള്ള കഥ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അവർ വിശ്വാസ വഴിയിലൊന്നും ആയിരിക്കണമെന്നില്ല. പേരുകൊണ്ട് ഇങ്ങനെ പെന്തിക്കോസ് എന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്നതായിരിക്കാം. അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ജ്വലിക്കുന്ന വിശ്വാസമൊന്നും ചിലപ്പോൾ കാണില്ല. അതുകൊണ്ട് അവർ ആദ്യം കണ്ടവന് ഒരു മാലയിട്ട് അവൻ്റെ കൂട്ടത്തിൽ കൂടിയതായിട്ട് നമുക്കങ്ങ് പരിഗണിക്കാം. അതല്ലാതെ ജനറലായിട്ട് പറഞ്ഞാൽ ഈ വിശ്വാസം ഇങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് അങ്ങനെയൊന്നും പോയതായിട്ട് കേട്ട് കഴിവില്ല. പിന്നെ ചിലരൊക്കെ ഈ ഓർത്തഡോക്സിയിലേക്ക് പോയി എന്ന് കേട്ടിട്ടുണ്ട്. അതും ഒരു തരം മലകയറ്റം തന്നെയാണ്. അതായത് സത്യദൈവത്തെ സേവിച്ചുകൊണ്ടിരുന്ന ചില കുടുംബങ്ങൾ 2023-24 കാലഘട്ടത്തിൽ 1-2 ഫാമിലി ഇങ്ങനെ ഈ ഓർത്തഡോക്സിയിലേക്ക് പോയെന്ന് ഉള്ളൊരു കാര്യം കേട്ടിരുന്നു. മല കയറുന്നതിൻ്റെ വേറൊരു വകഭേദം പോലെയാണ്. ഇവിടെയും ധാരാളം മലകളൊക്കെയുണ്ട്. പിന്നെ ഈ മലകയറ്റത്തിന് പോയ ആ മതക്കാരുടെ ഇടയിലൊന്നും ഇല്ലാത്ത ചില കാര്യങ്ങൾ ഈ ഓർത്തഡോക്സികളുടെ ഇടയിലുണ്ട്. മരിച്ചുപോയ ആൾക്കാരുടെ ശവശരീരം കല്ലറയിൽ സൂക്ഷിച്ച കല്ലറ അലങ്കരിച്ച് ആളുകളെ കല്ലറയിലേക്ക് ആകർഷിച്ച് കോടികൾ അവിടെ വീഴ്ത്തുന്ന ഒരു സംവിധാനം. അപ്പോൾ ഈ മടങ്ങിപ്പോയവർ എങ്ങോട്ടാണ് പോയത്? കല്ലറകളിലേക്കാണ് മടങ്ങിപ്പോയത്. കല്ലറകളിലെ ആരാധനകളിലേക്കും കല്ലറകളിലെ മധ്യസ്ഥതയിലേക്കും ഒക്കെ അങ്ങനെ വാക്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം എന്താ പറയുക, അതെല്ലാം കണ്ണടഞ്ഞു പോയി എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ചിന്തിച്ചാൽ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ 2-ാം പ്രമാണം ലംഘിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. 2-ാം പ്രമാണത്തിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, വിഗ്രഹത്തെ സേവിക്കരുതെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഡയറക്റ്റായിട്ട് ഒരു പെന്തക്കോസ്തുകാരനും ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുകയില്ല, സേവിക്കുകയില്ല. പക്ഷേ അപ്പോസ്തലന്മാർ പറഞ്ഞു വരുമ്പോൾ ദ്രവ്യാഗ്രഹവും അത്യാഗ്രഹവും ഒക്കെ വിഗ്രഹാരാധനയാണെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ദ്രവ്യാഗ്രഹവും പിന്നെ ഇത്തിരി അത്യാഗ്രഹവും ഒക്കെ ആളുകളിലുണ്ട്. അതുകൊണ്ട് അതിന് കാരണങ്ങളൊക്കെ മുന്നമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആത്മാവിൽ ആരംഭിച്ചിട്ട് പിന്നത്തതിൽ ജഡത്തിലേക്ക് വഴുതി പോകുമ്പോഴാണ് ഈ അത്യാഗ്രഹവും ദ്രവ്യാഗ്രഹവും ഒക്കെ വരുന്നത്. അപ്പം ജഡത്തിൻ്റെ ചിന്തകളെ മരിപ്പിക്കാതെ അതിനെ താലോലിച്ചുകൊണ്ട് അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോകസ്നേഹം കടന്നു വരും. ലോകസ്നേഹം കടന്നു വരുമ്പോൾ ലോകത്തിൻ്റെ സ്നേഹിതനാകാൻ ആഗ്രഹിക്കും. ലോകത്തിൻ്റെ സ്നേഹിതനൊക്കെ ആയിട്ട് ഇരിക്കണമെങ്കിൽ അത്യാവശ്യം ചില്ലറയൊക്കെ കയ്യിൽ വേണം. അപ്പം ദ്രവ്യത്തോട് താല്പര്യം വരും, ദ്രവ്യാഗ്രഹം വരും, ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചും താലോലിച്ചും ഒക്കെ പോകുന്ന ആളുകൾ പെന്തക്കോസ്തിലുണ്ട്. കുറവൊന്നുമല്ല, അവരുടെ എണ്ണം ധാരാളമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് 2-ാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്. അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ സംഭവിക്കാനുള്ളത് ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞല്ലോ. 2-ാം പ്രമാണം ലംഘിച്ചു കഴിഞ്ഞു. അത്യാഗ്രഹത്തിലും ദ്രവ്യാഗ്രഹത്തിലും പോയി കഴിഞ്ഞാൽ പ്രമാണം തന്നെ ലംഘിച്ചു. ഇനി എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ കാത്തിരുന്ന് കാണാം. എന്നാൽ ഈ പെന്തക്കോസ്ത് വിശ്വാസം തകർന്നു പോകും, നിങ്ങളുടെ ആളുകൾ ഇങ്ങനെയൊക്കെ പോകും എന്നുള്ളതിന് മറുപടി പറയുമ്പോഴാണ് ഞാനിത് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ സമൂഹത്തിനകത്തുള്ള പുതുപ്പള്ളി പള്ളിയിലുള്ള ഒരു പ്രമുഖനായ സഹോദരൻ മല കയറിപ്പോയി വന്ന കാര്യം ഞങ്ങൾ കഴിഞ്ഞതിന് മുൻപത്തെ ആഴ്ച പറഞ്ഞിരുന്നു. അദ്ദേഹം മല കയറുകയോ കയറാതിരിക്കുകയോ അതൊന്നും നമ്മുടെ ടോപ്പിക്കല്ല. ഇങ്ങനെ ഒരു ചോദ്യം വന്നതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നും നമ്മൾ പറയാൻ പോകുന്നില്ല. കാരണം അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. നിങ്ങളുടെ കുന്നംകുളം ഭദ്രാസനം മെത്രാപ്പോലീത്ത സർപ്പക്കാവ്യ തിരിവെക്കാൻ പോകുന്നു, അത് ചോദ്യം ചെയ്യാൻ ഞാനാരാ? താങ്കൾ എന്തുകൊണ്ടാണ് സർപ്പക്കാവ്യ തിരിവെക്കുന്നത്, സർപ്പത്തിന് പാലൊഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കാൻ എനിക്ക് അധികാരമൊന്നുമില്ല. അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതുപോലെ നിങ്ങളുടെ ചില മെത്രാന്മാർ ഗണപതിയെ വന്ദിക്കാനായിട്ട് പോകുന്നു, അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാ. പെന്തിക്കോസ് പാസ്റ്റർമാർ അതൊക്കെ ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? അവർക്കൊന്നും അതിനുള്ള അവകാശമില്ല. അവർ നാളെ മല കയറാൻ പോവുകയോ ആരവിടെ പൈസ മേടിക്കുകയോ അല്ലെ ഹജ്ജിന് പോവുകയോ എന്ത് ചെയ്താലും അതൊന്നും ചോദിക്കാൻ നമുക്ക് പെർമിറ്റില്ല.
പിന്നെ ക്രിസ്തീയ വിശ്വാസവുമായി കൂട്ടിക്കെട്ടി കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ പെന്തിക്കോസുകാരുടെ നേരെയൊക്കെ കൈ ചൂണ്ടി പറയുമ്പോൾ നമ്മൾ അതിനൊരു മറുപടി പറയുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളിതൊന്നും പറയാൻ പോകുന്നില്ല. അപ്പോൾ ആ പറഞ്ഞു വന്ന കാര്യം, ആ വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അച്ഛൻ പറഞ്ഞത്? യെസ്, അത് തന്നെ. ആ കാര്യത്തിൻ്റെ മറുപടിയാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് ആ ഭാഗം വിടുമ്പോൾ. ഇത്രയേ ഉള്ളൂ. പെന്തക്കോസ്ത് വിശ്വാസം തകർന്നു പോകുമെന്നും ഞങ്ങളുടേത് ഒരിക്കലും തകരില്ല, അത് 2000 കൊല്ലമായി അജയ്യമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞത് ഒരളവിൽ ഞാൻ സമ്മതിക്കും. കാരണം നിങ്ങൾ പറയുന്ന നിങ്ങളുടെ വിശ്വാസത്തെ ശരിയാവണ്ണം ഡിവൈൻ ചെയ്തു വന്നാൽ, ബൈബിളിൻ്റെ സത്യങ്ങളുമായി ചേർത്ത് വെച്ച് പഠിച്ചാൽ അതിന് സത്യവിശ്വാസവുമായി ബന്ധമില്ലെന്നുള്ള ഒരു ഉത്തരത്തിലേക്കാണ് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. അതേസമയം പെന്തിക്കോസ്തുകാർ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങളാണ്. ഞാൻ തുടർന്ന് അതിലേക്കാണ് വരുന്നത്. അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ കാര്യങ്ങളിൽ നിന്ന് പെന്തക്കോസ്തുകാർ വഴുതി പോകുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അതിനകത്ത് ന്യായമുണ്ട്. അതായത് ഞങ്ങളുടെ വിശ്വാസത്തിനൊന്നും കേട് സംഭവിക്കില്ല, വിശ്വാസം അവിടെ നിൽക്കും. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് വാക്യമുണ്ട്. വിശ്വാസം അവിടെ ഉണ്ടാവും. വിശ്വാസത്തിൽ നിന്ന് അനേക പെന്തക്കോസ്തുകാർ വഴിമാറും. അവർ വഴിമാറിയിട്ട് ഓർത്തഡോക്സിയിലേക്കോ കാത്തലിക്കിലേക്കോ പിന്നെ വേറെ എന്തെങ്കിലിലേക്കോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്തതിലേക്കോ ഒക്കെ ചിലപ്പോൾ വഴിമാറാം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും. അതിന് കുഴപ്പമൊന്നുമില്ല. അത് ഇളകുമില്ല, മറിയുമില്ല. അതുപോലെ തന്നെയാണ് മറ്റെല്ലാവരുടെയും വിശ്വാസങ്ങൾ. അവരെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും. പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒടുവിലത്തേക്ക് വരുമ്പോൾ അധർമ്മം പെരുകുമെന്നാണ് കാണുന്നത്. അതായത് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ഓർത്തഡോക്സുകാർക്ക് അത് ബാധകമല്ല. ഞങ്ങളെ സംബന്ധിച്ച് അതെല്ലാം ബാധകമാണ്. 2 തിമോഥെയോസിന്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരുമായി മാറും. അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കും. ഇതെല്ലാം പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ഇടയിൽ നടക്കും. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉദിക്കുന്നില്ല. ഇതൊന്നുമായിട്ട് ബന്ധമില്ലല്ലോ. ബൈബിൾ തന്നെ അംഗീകരിക്കുന്നില്ല. അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബാധകമല്ല. അതേസമയം ഞങ്ങൾക്കത് ബാധകമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് തുറന്ന മനസ്സോടെ സമ്മതിക്കുന്നത്. ഇതൊക്കെ സംഭവിക്കാം. അതുപോലെ ഞങ്ങളുടെ ഇടയിൽ കൊടിയ ചെന്നായ്ക്കൾ കടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം സംഭവിക്കും. നിങ്ങളുടെ ഇടയിൽ അങ്ങനെയല്ല. അച്ചടിച്ച് വെച്ച കാര്യങ്ങൾ തത്തമ്മേ പൂച്ച എന്ന് 2000 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ തത്തമ്മ അങ്ങനെ തന്നെ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഒരു 4000 കൊല്ലം കഴിഞ്ഞാലും ആ എഴുതി വെച്ച കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നൊന്നുമില്ലല്ലോ. അതങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇങ്ങനെ പറയാം, അത് പിതാക്കന്മാർ ഞങ്ങൾക്ക് ഉറപ്പിച്ച് തന്നതായതുകൊണ്ട് ഞങ്ങളത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ തട്ടിവിടാം. പക്ഷേ ഈ പറയപ്പെടുന്ന പിതാക്കന്മാരുണ്ടല്ലോ, പൂർവ്വകാലത്ത് അതായത് സഭയെല്ലാം ഒന്നായിരുന്ന കാലഘട്ടത്തിലുള്ള പല പിതാക്കന്മാരുടെ കാര്യമാണ് ഈ പറയുന്നത്. അത് ഓർത്തഡോക്സുകാർക്കോ കാത്തലിക്സിനോ പെന്തിക്കോസിനോ വേറെ ഏതെങ്കിലും കോസിനോ ആർക്കും അവകാശപ്പെട്ടതല്ല. അവർ സാർവത്രിക സഭയുടെ ഭാഗമായിരുന്നു, അല്ലേ? അവർ സാർവത്രിക സഭയുടെ ഭാഗമായിരുന്നു. എല്ലാവരും അവരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. എന്നാൽ അവർ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവം അനുവദിച്ച അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മൾ സംസാരിച്ചു വരുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളോടും നമുക്ക് യോജിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങളോടും അത് നമുക്ക് വഴിയെ പിന്നാലെ ചിന്തിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പിതാക്കന്മാർ ഉറപ്പിച്ചു തന്ന് ഞങ്ങൾ അച്ചടിച്ച് വെച്ച് അതിങ്ങനെ കാണാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഒരു വാദത്തിന് പറയാമെന്നേ ഉള്ളൂ. ശരിക്കും വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു ഭക്തൻ നയിക്കപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവ് അവൻ്റെ പാതയ്ക്ക് വചനം വെളിപ്പെടുത്തി കൊടുക്കണം. ദൈവവചനം പ്രകാശമായി ജ്വലിക്കണം. ആ പ്രകാശത്തിലാണ് അവൻ സഞ്ചരിക്കേണ്ടത്. അല്ലാതെ അപ്പൂപ്പന്മാരോ മുതുമുത്തച്ഛന്മാരോ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചു അത് വായിച്ചിട്ട് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാനല്ല വിശുദ്ധ തിരുവെഴുത്ത് തരുന്ന ആഹ്വാനം. ഞാൻ ഈ പറഞ്ഞതൊരു വലിയ മർമ്മമാണ്. സഹോദരങ്ങൾക്ക് മനസ്സിലായോ? അപ്പം 3-ാം നൂറ്റാണ്ടിന് ശേഷം സഭാപിതാക്കന്മാർ എഴുതി തന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ ഊറ്റം കൊള്ളുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഊറ്റം കൊള്ളുന്നത് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ ആത്മനിവേശിതരായി എഴുതി തന്ന വിശുദ്ധ തിരുവെഴുത്തിലാണ്. ആ വിശുദ്ധ തിരുവെഴുത്ത് സമ്പൂർണ്ണമാണ്. ഇനി അതിനകത്തേക്കൊന്നും കൂട്ടിച്ചേർക്കാനൊന്നുമില്ല. ഇനി അങ്ങനെ ആരെങ്കിലും പുസ്തകം എഴുതുന്നുണ്ടെങ്കിൽ പറഞ്ഞേരെ. 27 കഴിഞ്ഞിട്ട് 28ാമത്തെ പുതിയ നിയമത്തിലൊരു പുസ്തകം കൂടെ എഴുതുന്നുണ്ടെങ്കിൽ 2000 കൊല്ലമായില്ലേ നിങ്ങളെന്താ ഇതുവരെ ഒരു പുസ്തകം എഴുതാത്തത്? എനിക്ക് തോന്നുന്നില്ല ഇനി എഴുതാനുള്ള ആംബിയർ ഉണ്ടെന്ന്. നിങ്ങളുടെ ഏതെങ്കിലും കാതോലിക്കോ പാത്രിയാർക്കീസിനോ ആരെങ്കിലും ഇനി ഒരു 28ാമത്തെ പുസ്തകം എഴുതുവാൻ ബാക്ക് ബോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഞങ്ങളൊന്ന് കാണട്ടെ.
നിങ്ങൾ മിടുക്കന്മാരാന്ന് ഞങ്ങൾ പറയാം. കാനോൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്നല്ലേ നിങ്ങൾ നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്നത്. ശരി, കാനോൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ഒരു 28ാമത്തെ പുസ്തകം എഴുതി കാണിക്കും. നിങ്ങൾക്ക് കൈവപ്പുണ്ട്, പിന്തുടർച്ചകളുണ്ട്. പറഞ്ഞു വന്നാൽ ആ വംശാവലിയുടെ ചരടുകളൊക്കെ നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. നിങ്ങൾ എന്നിട്ട് എന്തുകൊണ്ടൊരു 28ാമത്തെ പുസ്തകം എഴുതിയില്ല? കാനോൻ കംപ്ലീറ്റ് അല്ലെന്നാണല്ലോ പറയുന്നത്. 27 പുസ്തകം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇടയ്ക്ക് പല മഹാന്മാരും വന്ന്. അവരോടൊക്കെ പറയുകയാണ്, ഒരു 28 എഴുതാമെങ്കിൽ എഴുത്, നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി മാത്രമെങ്കിലും എഴുത്. അപ്പോൾ മണ്ടത്തരങ്ങളിലാണ് സഹോദരങ്ങളെ നിങ്ങൾ ഈ സ്ഥാപനം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്, മണ്ടത്തരങ്ങളിൽ. അപ്പോൾ കാലങ്ങളായി ജനം മണ്ടത്തരം വിശ്വസിച്ച് അത് വലിയ പുണ്യമായിട്ട് കരുതി സൂക്ഷിച്ച് അങ്ങനെ കൊണ്ടു കിടക്കുന്നു. തകരുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ തകരേണ്ട കാര്യമില്ല. എന്തിനാ തകരേണ്ട കാര്യമില്ലല്ലോ. ആ രാജ്യം തന്നെ അത് ചിന്തിക്കേണ്ട കാര്യമില്ല. അതേസമയം ഇവിടെ ഞങ്ങൾ പറഞ്ഞു, വേദപുസ്തക സത്യം അനുസരിച്ച് ഒടുവിലേക്ക് വരുമ്പോൾ ദുർഘട സമയങ്ങൾ സഭയ്ക്ക് നേരിടണം. സഭ നേരിടണം, സഭ അതിനെയൊക്കെ ഫേസ് ചെയ്യണം. അപ്പം ഞങ്ങളത് മുൻകൂട്ടി കണ്ടു തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. ദുർഘട സമയങ്ങൾ വരും, മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും ഉഗ്രന്മാരും ഒക്കെ ആകുമെന്ന്. അല്ലേ? എന്തൊരു ഭയാനകമാണ്. അതുപോലെ മത്തായി 24 പറഞ്ഞു വരുമ്പോൾ അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്നാണ്. അധർമ്മം പെരുകും, അതായത് ഒരു ലോലെസ് സൊസൈറ്റി മീൻസ് ഉപദേശരാഹിത്യം വെളിപ്പെടും. പ്രമാണരഹിതമായി സഞ്ചരിക്കാൻ ജനം ഉത്സാഹിക്കും. പ്രമാണത്തിൻ്റെ ബാറ്റൺ എറിഞ്ഞു കളയും ആളുകൾ. അങ്ങനെയൊക്കെ സംഭവിക്കാം. അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോഴാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. എന്നാൽ അതിനു മുമ്പ് ഞങ്ങൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ജനത്തിന് വിശ്വാസം വർദ്ധിക്കുമാറ്, അതുപോലെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പാകത്തിന്, അവർ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിപ്പാർക്കുവാൻ പാകത്തിന് വചനത്തിൽ അവരെ സജ്ജമാക്കുന്ന ഒരു ഉദ്യോഗത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു സത്യമാണ്. അങ്ങനെ സംഭവിക്കാൻ പോകുന്നു. വരുംകാലത്ത് അത് സംഭവിക്കും. കർത്താവിൻ്റെ വരവ് എന്നെന്ന് നമ്മൾ അറിയുന്നില്ല. ആ വരവിനോടൊക്കെയുള്ള ബന്ധത്തിൽ അവസാന സമയത്തിലേക്ക് വരുമ്പോൾ പലരും ക്ഷീണിച്ചു പോകും. അപ്പോൾ അതിന് മുൻപ് ഓരോരുത്തരെയും നമ്മൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം തകർന്നു പോകുമെന്ന് പറഞ്ഞതിന് സരസമായൊരു മറുപടിയാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. സാധ്യതയുണ്ട്. കാരണം വചനം അങ്ങനെ പറയുന്നു, കർത്താവ് അങ്ങനെ പറയുന്നു, അപ്പോസ്തലന്മാർ അങ്ങനെ പറയുന്നു. നിങ്ങളെ സംബന്ധിച്ച് വിശ്വാസത്തിൻ്റെ ട്രാക്കിലല്ലെന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥ ഉപദേശത്തിൽ, യഥാർത്ഥ വചനത്തിൽ, യഥാർത്ഥ സഭയുടെ ഭാഗമാണെങ്കിൽ, കാതോലികമായ സഭയുടെ ഭാഗമാണെങ്കിൽ, ആ സഭയോടുള്ള ബന്ധത്തിലാണ് സുവിശേഷങ്ങളും ലേഖനങ്ങളും ഒക്കെ എഴുതപ്പെട്ടിരിക്കുന്നത്. അതിൽ തിമോത്തിയോസിൻ്റെ ലേഖനത്തിലാണ് ഞാൻ പറഞ്ഞത് ദുർഘട സമയങ്ങൾ വരും. അതുപോലെ സുവിശേഷങ്ങളിൽ പല ഭാഗത്തും പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ? ആ ഓരോ കാര്യങ്ങളുമാണ് ഇപ്പോൾ പറഞ്ഞത്. അതെല്ലാം അതുപോലെ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോഴാണ് പൗലോസ് പറയുന്നത്, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ കടക്കും, ദുരുപദേശം പ്രസ്താവിക്കുന്നവർ എഴുന്നേൽക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. അത് ഞങ്ങൾ കണ്ണാലെ കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഇടയിൽ നിന്ന് പലരും ഇപ്പോൾ അങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ അത്ഭുതമൊന്നുമില്ല. കാരണം എഴുതപ്പെട്ട വചനത്തിൻ്റെ നിവൃത്തീകരണമാണത്. അതെല്ലാം കാണുമ്പോൾ മനുഷ്യപുത്രൻ വാതിൽക്കലാണെന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് വരികയാണ്. മനുഷ്യപുത്രൻ വാതിൽക്കലാണ്. അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നുണ്ട്. ചിലരെല്ലാം നിരാശരായി പോകുന്നുണ്ട്. അതുപോലെ ഉത്സാഹരഹിതരായി ഒക്കെ പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാരണം സമയം അടുത്തു എന്നുള്ളതാണ്. സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞ് ആ ഭാഗം നമ്മൾ അങ്ങനെ പര്യവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് പിന്നത്തേതിൽ അച്ഛൻ ചോദിച്ച ആ ചോദ്യത്തിന് മറുപടിയിലേക്ക് വരുമ്പോൾ അച്ഛൻ്റെ വീഡിയോ ചെറുതായിട്ടൊന്ന് കാണിക്കാമോ ബേബി? നിങ്ങളുടെ അനേകം കുട്ടികൾ നിരീശ്വരവാദത്തിലേക്ക് പോകും. നിങ്ങളുടെ അനേകം ചെറുപ്പക്കാർ യുക്തിവാദികളായി മാറും. കാരണം നിങ്ങളുടെ ഫെയ്ത്തിന് ഒരു ബേസിസ് ഇല്ല. നിങ്ങൾ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് എവിടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. പെന്റിക്കോസ്റ്റൽ വിശ്വാസികളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ദൈവം ആരാണ്? നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്? ആ ദൈവം ആരാണെന്നുള്ള ചോദ്യത്തിന് പോലും കൃത്യമായ മറുപടി കണ്ടെത്താൻ പറ്റുന്നില്ല. കുറേ പേര് ആദ്യം യേശുക്രിസ്തു എന്നൊക്കെയാണ് പറയുന്നത്. യേശുക്രിസ്തുവിനെ പറ്റിയാണ് ആരാധനകളൊക്കെ നടക്കുന്നത്, മുഴുവൻ ആരാധന. ഇപ്പം പിന്നെ കുറച്ചുകൂടി വിവരമുള്ള ആളുകൾക്ക് ഹോളി ട്രിനിറ്റി എന്ന് പറഞ്ഞു തുടങ്ങി. അച്ഛൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടു. അതിൽ അച്ഛൻ ഉയർത്തുന്ന വാദഗതി എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു ബേസ് ഇല്ലെന്നുള്ളതാണ്. നിങ്ങളുടെ ഫെയ്ത്തിനൊരു ബേസ് ഇല്ല. അതുപോലെ നിങ്ങളുടെ ദൈവം ആരെന്ന് ആരോടൊക്കെയോ ചോദിച്ചു, അപ്പോൾ അവരൊന്നും കൃത്യമായി ഉത്തരം പറഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്.
മുന്നമേ ഒരു മെസ്സേജ് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഓടിച്ച് ഒന്ന് രണ്ട് വാക്കോടെ പറയാം. അതായത് സാധാരണക്കാരായ പെന്തക്കോസ്ത് വിശ്വാസികളോട്, സാധാരണക്കാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അധികം വിദ്യാസമ്പന്നരോ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുകയൊന്നും ചെയ്യാത്ത ആളുകളുണ്ട്. അത്തരം ഒരാളോട് പെട്ടെന്ന് പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ദൈവം ആരെന്ന് ചോദിച്ചാൽ അവൻ പറയും യേശു ക്രിസ്തുവാന്ന് പറയും. ഉറപ്പായിട്ടും പറയുമല്ലോ. നിങ്ങളുടെ ദൈവം ആരെന്ന് ചോദിച്ചാൽ അവൻ യേശു ക്രിസ്തുവാന്നേ പറയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ പറയും യഹോവയായ ദൈവമാണെന്ന് പറയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുമാറ് പിന്നെയും പിന്നെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യേശുവാന്ന് പറയും, പിന്നെ ചിലപ്പോൾ യഹോവയാന്ന് പറഞ്ഞു കളയും, അങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞു കളയും. ഇങ്ങനത്തെ ചോദ്യങ്ങളോട് ശരിയാവണ്ണം പ്രതികരിക്കാൻ അറിയാതെ നല്ല രീതിയിൽ ആ കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തിയോട് സംസാരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഉത്തരങ്ങൾ അവ്യക്തമായിരിക്കും. പക്ഷേ അയാളുടെ ബോധ്യങ്ങൾ അവ്യക്തമാണെന്നല്ല. ചിലർക്ക് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ശേഷിയില്ല, ചിലർക്ക് നന്നായിട്ട് വർത്തമാനം പറയാനറിയാം. പറഞ്ഞു ഫലിപ്പിക്കാൻ നല്ല ശേഷിയില്ലാത്ത ഒരാളോടാണ് ചോദിക്കുന്നതെങ്കിൽ അയാൾ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കേൾവിക്കാർക്ക് ചിലപ്പോൾ തോന്നും ഇയാൾക്ക് ഒരു സ്ഥിരതയില്ല എന്നൊക്കെ. ഇതേ ചോദ്യം തന്നെ ഓർത്തഡോക്സുകാരനോടോ കാത്തലിക്കിനോടോ മർത്തോമക്കാരനോടോ ഒക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചോ. ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഉത്തരവൊന്നും പറയില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സഹോദരിയുമായിട്ട് സംസാരിച്ചു. ആ സഹോദരി ഏതാണ്ട് 1 വർഷമേ ആയിട്ടുള്ളൂ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നിട്ട്. 1 വർഷം മുമ്പ് വരെ തൻ്റെ ദീർഘമായ പ്രായം ഓർത്തഡോക്സ് വിശ്വാസം അനുസരിച്ച് ഓർത്തഡോക്സുകാരുടെ, അതായത് കോട്ടയം ജില്ലയിൽ തന്നെയുള്ള ഏറ്റവും പ്രസിദ്ധമായൊരു പള്ളിയിലെ ഇടവകക്കാരിയാണ്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ഈ ത്രിയേകതയോ വിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം പറഞ്ഞു വന്നു. ഈ യഹോവ സാക്ഷികളും ഒക്കെയായി ബന്ധപ്പെട്ട എന്തോ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഈ ക്രൂശിൽ കടന്നുകൊണ്ട് കർത്താവ് ഒരു വിലാപസ്വരം പുറപ്പെടുവിക്കുന്നുണ്ടല്ലോ. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ള ആ ഒരു വിലാപസ്വരമാണത്. ആ സ്വരം മനുഷ്യപുത്രൻ്റെ സ്വരമാണെന്ന് നമുക്കറിയാം. മനുഷ്യപുത്രൻ സംസാരിക്കുമ്പോൾ, അതായത് എൻ്റെ ദൈവമേ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആരോടാ പറയുന്നത്? യേശുക്രിസ്തു ദൈവമല്ലേ? അപ്പോൾ പിന്നെ ഇത് ഏത് ദൈവത്തോടാണ് പറയുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ആ സഹോദരിക്ക് കൃത്യമായ ഉത്തരം പറയാൻ അറിയില്ല. അതായത് ഇപ്പോൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ സഹോദരി ഞങ്ങളുടെ സ്വന്തമാണ്, പെന്തക്കോസ്തുകാരിയാണ്. ഈ 1 കൊല്ലം കൊണ്ട് സഹോദരീനെ ഞങ്ങൾ ഈ ട്രിനിറ്റിയുടെ എല്ലാ ആഴങ്ങളും പഠിപ്പിച്ച് പിന്നെ അതിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഒന്നും നടത്തിക്കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അതൊക്കെ സത്യമാണ്. എന്നാൽ 40-45 വർഷത്തിലധികമായി ആ സഹോദരിയെ മേയിച്ചു കൊണ്ടു നടന്നത് നിങ്ങളാണ് കൊണ്ടു നടന്നത്. ഈ ചെറിയ ചോദ്യത്തിന് ആ സഹോദരിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ചെറിയ ചോദ്യമൊന്നുമല്ല, തിരക്കേടില്ലാത്ത ചോദ്യമാണ്. ആ ചോദ്യത്തിന് ആ സഹോദരിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ആ സഹോദരി 3 നേരവും ചാപ്പിട്ടുകൊണ്ടിരുന്നത് ഓർത്തഡോക്സി ആയിരുന്നു. രാവിലെ 1 ഉരുള ഓർത്തഡോക്സി വിഴുങ്ങും, ഉച്ചയ്ക്ക് 2 ഉരുള, വൈകിട്ട് 1.5 ഉരുള. അങ്ങനെ ഈ ഉരുളക്കണക്കിന് ഓർത്തഡോക്സി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ചെറിയൊരു ചോദ്യമാണ്, ഈ യേശുക്രിസ്തു ആരോടാ പ്രാർത്ഥിച്ചത്? അതെന്താ, യേശുക്രിസ്തു ദൈവം അല്ലേ? പിന്നെ എന്തിനാ അങ്ങനെ പ്രാർത്ഥിച്ചത്? പിന്നെ എന്തിനാ ഇങ്ങനെ, പിന്നെ അങ്ങനെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു പാസ്റ്ററെ ചുമ്മാ മനുഷ്യനെ വിഷമിപ്പിക്കില്ലേ എന്ന് പറഞ്ഞു. അത്ര തന്നെ. അപ്പം ഞാൻ പറഞ്ഞു, വിഷമിക്കരുത് പ്രിയ പെന്തിക്കോസുകാരി, നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങളെ ഞാനൊരു ഭാവനയിൽ കൂട്ടിക്കൊണ്ട് പോവുകയാണ് 1 വർഷം പിന്നിലേക്ക്. അതായത് ദീർഘമായ ഇത്രയും കാലം നിങ്ങൾ കുതിരപ്പുറത്തിരുന്ന് കുന്തമായിട്ട് വരുന്ന പുള്ളിയുടെ മുമ്പിൽ പോയി വണങ്ങിക്കൊണ്ടിരുന്നതാണ്. കുതിരപ്പുറത്തെ കുന്തമായിട്ട് വരുന്ന പുള്ളിയുടെ മുമ്പിൽ വണങ്ങിക്കൊണ്ടിരുന്നതാണ്. ആ പുള്ളി നിങ്ങളെ പഠിപ്പിച്ചില്ലേ ഇതിൻ്റെ ഉത്തരം എന്താണെന്നൊന്നും? പിന്നെ ഇത്രയും കാലം ഈ തിരിയൊക്കെ കത്തിച്ചത് എന്തിനാ? ഈ എണ്ണയൊക്കെ കൊണ്ടുപോയി അവിടെ ഒഴിച്ചത് എന്തിനാ? ഈ പൂവും കായൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുത്തത് എന്തിനാ? ഈ പതാരമൊക്കെ കൊടുത്തത് എന്തിനാ? ഈ മഞ്ഞണിക്കരയ്ക്കും പരിമലയ്ക്കും കോതമംഗലത്തിനും ഒക്കെ നടന്ന് മുട്ടുവരെ തകർന്നു അവിടെ പോയി ഇഴഞ്ഞും കുഴഞ്ഞും ഒക്കെ ആയിട്ട്. എന്നിട്ടും ഈ ഒരു കാര്യത്തിൻ്റെ ഉത്തരവില്ല. അപ്പോൾ ചോദിക്കും, പെന്തിക്കോസ്തി വന്നിട്ട് അറിയാവുന്ന വന്നല്ലേ ഉള്ളൂ, നിങ്ങൾ തെറുക്കപ്പെടല്ലേ, ഞങ്ങൾ ശരിയാക്കി എടുത്തോളാം. അത് കൊള്ളാം, ഞങ്ങളുടെ കൈ കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി എടുക്കും. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക, അതാണ് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ അങ്ങനെയാണോ നിങ്ങളുടെ ഉപദേശിമാരുടെ എല്ലാം ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ആത്മീയരായ ഉപദേശിമാരുണ്ട് ഞങ്ങളുടെ ഇടയിൽ, അവരുടെ എല്ലാം ലക്ഷ്യം ഇത് തന്നെയാണ്. പിന്നെ വഴുതിപ്പോയവരുണ്ട്, അതായത് ജഡത്തിൽ വീണുപോയവരുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് പല ലക്ഷ്യങ്ങളും കാണും. ഇവിടെ സുഖകരമായി ജീവിച്ചു പോകണം, അങ്ങനെ കാറ്റും മഴയൊന്നും അടിക്കാതെ, കാറ്റും മഴ വിഷയമല്ല, എന്നാൽ പോലും ഇവിടെ ഇത്തിരി പുകൾ പറ്റൊരു ജീവിതം നയിക്കണം. മക്കളെയൊക്കെ അങ്ങ് അലാസ്കയിലേക്ക് അയക്കണം.
അവിടെയാണ് കൂടുതൽ മഞ്ഞുള്ളത്. അതുകൊണ്ട് മക്കളെയൊക്കെ അലാസ്കയിലേക്ക് അയക്കണം എന്നൊക്കെ സ്വപ്നം കാണുന്ന പാസ്റ്റർമാർ ഒത്തിരി പേരുണ്ട്. എല്ലാവരും അങ്ങനെയല്ലല്ലോ. എന്നാൽ ഇതിനകത്തൊരു ശേഷിപ്പ് ഇപ്പോഴും ഉണ്ട്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കണം, അല്ലെങ്കിൽ ക്രിസ്തു എന്ന തലയോളം വളർത്തണം, ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറയ്ക്കണം എന്നൊക്കെ. അപ്പോൾ എല്ലാ കാര്യത്തിനും മറുപടി പറയാനായിട്ട് പ്രാപ്തരാകുമെന്ന് ചോദിച്ചാൽ അതിനൊന്നും ഗ്യാരണ്ടിയില്ല. പക്ഷെ അവർക്ക് ബോധ്യം ഉണ്ടാവും ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളത്. അവർക്ക് എല്ലാ കാര്യത്തിലും മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് വേണ്ടി ഞങ്ങൾ പറഞ്ഞോളാം. അത്യാവശ്യം മറുപടിയൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം. അവർക്ക് ബോധ്യം ഉണ്ടാകും, അവർ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസം. അവരെ ഇനി ഒരിക്കലും ഞങ്ങൾ മല കയറ്റാൻ വിടില്ല. അച്ഛന് ഞാൻ ഗ്യാരണ്ടി തരാം. ഈ കുന്തത്തിൻ്റെ ചോട്ടിൽ നിന്ന് ആ സഹോദരിയെ ഞങ്ങൾ രക്ഷിച്ചെടുത്തെങ്കിൽ ആ സഹോദരിയെ ഇനി ഞങ്ങൾ ഒരിക്കലും മല കയറ്റാൻ വിടില്ല. എഴുതി വെച്ചോ. അങ്ങനെയുള്ളൊരു കാര്യം ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല. മല കയറിപ്പോയിട്ട് വന്ന കൊച്ചന് പിറ്റേ ആഴ്ചയിലും ഭയങ്കര പരിശുദ്ധമാണ് കുർബാന എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊച്ചൻ വാ തുറന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അവന് ഇട്ട് കൊടുത്തല്ലോ കുർബാന. അവന് ശാസനയോ തർജ്ജനമോ എന്തെങ്കിലും ചെയ്തതായിട്ട് ചരിത്ര രേഖകളൊന്നുമില്ല. മാർക്കോ പോളോയുടെ രേഖ നമ്മൾ പരിശോധിച്ചു, ഇബ്നു ബത്തൂത്തയുടെ രേഖ പരിശോധിച്ചു, ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല ഈ മല കയറിയിട്ട് വന്ന കൊച്ചനെ നിങ്ങൾ പൊതുവായി ശാസിച്ചെന്നുള്ളത്. പൊതുവായിട്ടാണല്ലോ കയറിപ്പോയത്, അപ്പോൾ പൊതുവായി ശാസിക്കണമായിരുന്നു. അതിന് പകരം കുർബാന കൊടുത്തു. കുർബാനയും കൊടുത്ത് കെട്ടിപ്പിടിച്ച് കൊണ്ടുനടക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു വിശ്വാസി ഇതുപോലത്തെ പരിപാടി ചെയ്താൽ അവനെ പരസ്യമായി ശാസിക്കും. അത് തന്നെയല്ല, ഞങ്ങളുടെ ഉപദേശിമാരൊക്കെ മണ്ടത്തരം ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ അപ്പം പ്രതികരിക്കും. എൻ്റെ പൊന്നച്ചോ, ജനം പ്രതികരിക്കും. അതായത് ബഹുമാനക്കുറവുണ്ടായിട്ടല്ല, ഉപദേശ പെശകളിലേക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ ആളുകളത് അംഗീകരിക്കില്ല, സ്വീകരിക്കില്ല. അതാണ് അതിൻ്റെ ഒരു സത്യം. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് ആദ്യത്തെ വിഷയം ഒന്ന് കയറി വന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന് അടിത്തറയില്ല എന്ന് പറയുമ്പോൾ അടിത്തറ ഉണ്ടെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു വെക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ദൈവം ആരെന്നൊക്കെയുള്ള ചോദ്യത്തിന് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും അതുപോലെയൊന്നും പറയാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ പലർക്കും നല്ല ബോധ്യങ്ങളുണ്ട് അവരാരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ ഒരു ബോധമില്ലാത്ത ആളുകളും ഞങ്ങളുടെ ഇടയിലുണ്ട്. അതൊരു 4-5 ആഴ്ച മുമ്പ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 3 തരം ആൾക്കാരെ ഞങ്ങളുടെ ഇടയിൽ കാണാം. 1 ആത്മീയരെ കാണാം, 2 ആത്മീയരായിരുന്നു, ഇപ്പോൾ അവർ ജഡത്തിൽ വീണുപോയി, ജഡീകരെന്ന നിലയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു കൂട്ടരുടെ കാര്യവും ഞാൻ പറഞ്ഞു, സമ്മിശ്ര ജാതികൾ, മിക്സ് മൾട്ടിറ്റ്യൂഡുകൾ. അതായത് പെസഹ ആചരിക്കാതെ ചെങ്കടൽ കടന്നു വന്ന ആളുകൾ, അത്തരക്കാർ ധാരാളമുണ്ട്. അവരോടൊക്കെ ചെന്ന് ചോദിക്കുകയാണ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തലയിൽ തപ്പും. അത് കണ്ടിട്ട് വന്നിട്ട് പറയുകയാണ് പെന്തിക്കോസുകാർക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ അവസാനത്തെ പെന്തിക്കോസുകാരനെയും ടെസ്റ്റ് ചെയ്തിട്ട് വേണം അങ്ങനെ പറയാൻ. അവസാനത്തെ ഒരു പെന്തിക്കോസുകാരൻ കാണുമല്ലോ, അവനെയും ടെസ്റ്റ് ചെയ്തിട്ട് പറയണം ഇവർക്കെങ്ങും ഒന്നും അറിയില്ലെന്ന് പറയണം. അത് ന്യായമായ കാര്യം. അതേസമയം ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സവിസ്തരം പറയാൻ അറിയാവുന്ന ശ്രേഷ്ഠരായ എത്രയോ ദൈവവൃത്യന്മാർ ഞങ്ങളുടെ ഇടയിലുണ്ടെന്നറിയാവോ? ഏത് കാതോലിക്കയോടും ഒരു അരമണിക്കൂർ സംസാരിക്കാൻ ശേഷിയുള്ളവർ അരമണിക്കൂറാക്കേണ്ട 1.5 മണിക്കൂറാക്കിക്കോ. അതിനൊക്കെ ശേഷിയുള്ളവരുടെയുണ്ട്, ധാരാളം ശുശ്രൂഷകരുണ്ട്. എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തിയോളജിക്കൽ സബ്ജക്ട്സൊക്കെ കാര്യമായി സംസാരിക്കാൻ പ്രാപ്തിയുള്ളവരുടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല. ഏതോ 5 അച്ഛന്മാർ കൂടി കുമ്പസാരിപ്പിച്ചു എന്നുള്ളൊരു സബ്ജക്റ്റ് ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് എല്ലാ അച്ഛന്മാരും കുമ്പസാരിപ്പിക്കുന്നവരാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് ഒരു ഭോഷത്തരം, മനുഷ്യൻ അവൻ്റെ ബലഹീനതയിൽ ചെയ്തു കൂട്ടിയ ഭോഷത്തരങ്ങൾ. അതുപോലെ എല്ലാവരെയും നമ്മൾ ആ ഒരു ഫോൾഡറിൽ കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല. അങ്ങനെയൊന്നും നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. എനിവേ, അപ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ചോദിക്കുമ്പോൾ അത് സാധാരണ പറയുന്ന ഒരു റൂട്ടുണ്ട്, വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന ഒരു രീതിയുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ മനസ്സിലാക്കാൻ പാകത്തിന് ഞാൻ മറ്റൊരു സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് പറയാൻ പോവുകയാണ്. അതായത് ഞങ്ങളെ സംബന്ധിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിക്കോദീമോസുമായി സംസാരിച്ച ഒരു ഭാഗമുണ്ടല്ലോ തുടക്കത്തിൽ. ആ തുടക്കത്തിലെ ഭാഗത്തിന് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ഞങ്ങൾ എങ്ങനെയാണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നത്? അതായത് കർത്താവ് നിക്കോദീമോസിനോട് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന്. അതിന് മുമ്പ് പറഞ്ഞു പുതുതായി ജനിക്കണമെന്നുള്ളത്. അതിൻ്റെ ചോദ്യത്തിന് മറുപടി എന്നോണ പറഞ്ഞത് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന്. അത് പറഞ്ഞതാണ്, ജനിച്ചേ ഒക്കൂ.
ജനിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ദൈവ കുടുംബത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ദൈവസഭയുടെ കെട്ടുപണിയുടെ ഭാഗമാകാൻ ഒരിക്കലും സാധ്യമല്ല. വീണ്ടും ജനിക്കണം. അപ്പോൾ ആ വീണ്ടും ജനിക്കണം എന്ന വിഷയത്തിൽ നിക്കോദീമോസിന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നേ. അദ്ദേഹം ഒരു പ്രമാണിയാണ്. പറഞ്ഞു വന്ന ഒരു കാതോലിക്കയുടെ സ്റ്റാൻഡേർഡൊക്കെ വേണേൽ കൂട്ടിക്കോ. ഒരു കാതോലിക്കയുടെ സ്റ്റാൻഡേർഡ് ഉണ്ട് നിക്കോദീമോസിനെന്ന് നമുക്ക് വേണേൽ കൂട്ടാം. ഒരു റൂളറായിരുന്നു, ക്യാമനായിരുന്നു. പക്ഷേ അദ്ദേഹത്തോട് പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഒന്നും പിടികിട്ടിയില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന് പറഞ്ഞിട്ടും പുള്ളിക്ക് പിടികിട്ടി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സമയത്തെ കാര്യമായിട്ടൊന്നും പിടികിട്ടി കാണണമെന്നില്ല. അതുപോലെ തന്നെയാണ് ഇന്ന് പല റൂളേഴ്സിനും പ്രമാണിമാർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. മനസ്സിലാകാത്തതുകൊണ്ട് അവർ 56 ദിവസം പ്രായമായ കുഞ്ഞിൻ്റെ തലയിൽ വെള്ളം തളിച്ചുകൊണ്ട് അവരെ വീണ്ടും ജനിപ്പിക്കാനായിട്ടൊരു പരിശ്രമം നടത്തുകയാണ്. അതൊരു വൃഥാശ്രമങ്ങളാണ്. അതേസമയം ഞങ്ങളുടെ വിശ്വാസ വഴി തുറന്നു വരുന്ന ഒരു രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. വിശ്വാസ വഴി തുറന്നു വരുന്നത് കാണിച്ചു തരാം, വ്യക്തമായി കാണിച്ചു തരാം. ചോദ്യം എങ്ങനെയാണ് നിൽക്കുന്നത്? നിങ്ങളുടെ ദൈവം ആരാന്ന്? ചിലർ പറയുന്നത് യേശുക്രിസ്തു ആണ്, ചിലർ പറയുന്നത് യഹോവയാണ്, ചിലർ അത് പറയുന്നു, ഇത് പറയുന്നു. അതേസമയം വളരെ കൃത്യതയോടെ പറഞ്ഞു കൊണ്ടുവരാം, വളരെ കൃത്യതയോടെ. തുടക്കം ഇങ്ങനെ വെച്ചേക്കാം: വീണ്ടും ജനനം നിർബന്ധമാണ്. വീണ്ടും ജനനം, അതിൻ്റെ ഉത്തരമായ കർത്താവ് പറഞ്ഞത് വെള്ളത്താലും ആത്മാവിനാലുമാണ് ജനിക്കേണ്ടതെന്ന്. അപ്പോൾ അവിടെ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത ഒരു പടിയിലേക്ക് മുൻപോട്ട് പോകുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 Corinthians chapter 4:15. 1 കൊരിന്ത്യർ ലേഖനം 4:15. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുയേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ഈ വായിച്ച വാക്യങ്ങളും തുടർന്ന് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് റിപ്പീറ്റ് ചെയ്യുന്ന പോലെ തോന്നും. എന്നാൽ അതിൻ്റെ സീരിയസ് ആയ ഭാഗത്തേക്ക് പറഞ്ഞു വരാൻ ഞാനൊരു വഴി ഒരുക്കുകയാണ്. അപ്പം നിങ്ങളുടെ വിശ്വാസം എന്താണ്, അതിന് ബേസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബേസ് ഉണ്ടെന്നാണ് ഈ പറയുന്നത്. ബേസ് ആരംഭിക്കുക. എങ്ങനെയാണ് തുടങ്ങുന്നത്? വെള്ളത്താലും ആത്മാവിനാലും എന്ന് വെച്ചാൽ വെള്ളം എന്ന് പറഞ്ഞാൽ പച്ചവെള്ളമല്ല. അതിന് പകരം ആ വെള്ളത്തെ ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ചു. സുവിശേഷത്താൽ വീണ്ടും ജനിക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ വചനമാണ്. ആ വചനത്താൽ വീണ്ടും ജനിക്കണം. വചനമാകുന്ന വിത്തൊരുവൻ്റെ ഉള്ളിൽ വരണം. അതുപോലെ യാക്കോബ് 1:18 വരുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, സത്യത്തിൻ്റെ വചനത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ പല ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും വചനത്താലാണ് ജനിപ്പിക്കുന്നതെന്ന്, വചനത്താലാണ് ജനിക്കുന്നത്. അതുപോലെ 1 പത്രോസിൻ്റെ ലേഖനത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ കാണും, കെടുന്ന വിത്തിനാലല്ല കെടാത്ത വിത്തിനാൽ, അതായത് നശിച്ചു പോകുന്ന വിത്തിനാലല്ല നശിക്കാത്ത വിത്തിനാൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അങ്ങനെയാണ് വീണ്ടും ജനിച്ച് ദൈവരാജ്യത്തിലേക്ക് വരുന്നത്. അതാണ് ഞങ്ങളുടെ ഉത്തമമായ ബോധ്യം. അങ്ങനെ വിത്തകത്ത് വീണത് പരമാർത്ഥമാണെങ്കിൽ വീണ്ടും ജനനം നടക്കും. വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ വരുന്നത് ദൈവരാജ്യത്തിലാണ്, അല്ലെങ്കിൽ ദൈവകുടുംബത്തിലെ അംഗമാകുകയാണ്. അതാണ് അതിൻ്റെ തുടക്കത്തിൽ പറയാനുള്ളത്. ഇനി അതിന് മറ്റൊരു ആംഗിളിൽ നിന്നും കൂടെ പറയാം. അതായത് യോഹന്നാൻ 6:44 വായിക്കുന്നത്, യോഹന്നാൻ 6:44 വായിക്കുന്നത്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പുത്രൻ്റെ അടുക്കൽ വരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ആ വാക്യത്തിൽ പറയുന്നത്. അതായത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്ന കാര്യമാണ് യോഹന്നാൻ 6:44 നമ്മൾ കാണുന്നത്. 2 രീതിയിൽ ഞാനിത് പറയുകയാണ്. ഒന്ന്, പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞു. പുതുതായി ജനിച്ചാൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാം. അതിൻ്റെ ബേസ് ഇങ്ങനെയാണ്. ഈ ബേസിലൂടെ മാത്രമേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. അതായത് ഒരേ ഒരു വഴി. യേശു ക്രിസ്തു പറഞ്ഞു, ഞാനാകുന്നു വഴിയെന്ന്. ഈ ടാബർനാക്കിളിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ട് സാധാരണ കാണിക്കാറുണ്ടല്ലോ ചില കാര്യങ്ങൾ. അതുപോലെ ആ പിക്ചറിലേക്ക് നോക്കുമ്പോൾ അതിന് ഒരേ ഒരു വാതിൽ, ആ വാതിൽ യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. ആ വാതിൽ തുറന്ന് അകത്തേക്കൊരു വഴിയുണ്ട്. അത് വെച്ചിട്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാനാണ് വഴിയെന്ന്. പിതാവിങ്കിലേക്കുള്ള ഒരേ ഒരു വഴി, ശ്രദ്ധിച്ച് കേൾക്കണം, പിതാവിങ്കിലേക്കുള്ള വഴി പുത്രൻ മുഖാന്തരമാണ്. പുത്രനിലൂടെ അല്ലാതെ ആർക്കും പിതാവിങ്കിലേക്ക് പ്രവേശനമില്ല. അപ്പോൾ അതാണ് ആദ്യം പറഞ്ഞ വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം പറയാനുള്ളത്. അത് കഴിഞ്ഞ് അടുത്ത ഒരു ഭാഗത്ത് നിന്ന് പറയുകയാണ്, യോഹന്നാൻ 6:44 വെച്ച്, പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആർക്കും പുത്രൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ പുത്രൻ്റെ അടുക്കൽ വരുന്നവന് നിത്യജീവൻ ലഭിക്കുമെന്നാണ് പറയുന്നത്. പുത്രൻ്റെ അടുക്കൽ വരുന്നവന് നിത്യജീവൻ ലഭിക്കും. അപ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ മേഖലകൾ ഉരുത്തിരിഞ്ഞു വരുന്നതാണ് പറയുന്നത്. പാപിയായിരുന്ന പശ്ചാത്തലത്തിൽ പിതാവ് ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളെ ആകർഷിച്ചു. സകല മനുഷ്യരുടെയും കാര്യമാണ്. ഞങ്ങളെ എന്ന് പറയുമ്പോൾ ചോദ്യം ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളെന്ന് പറഞ്ഞതേ ഉള്ളൂ. സകല മനുഷ്യരോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ രീതി അതാണ്. അങ്ങനെ പാപികളായിരുന്നപ്പോൾ പിതാവ് ഞങ്ങളെ ആകർഷിച്ച് പുത്രൻ്റെ ക്രൂശിങ്കൽ എത്തിക്കുകയാണ്.
ക്രൂശിങ്കിൽ എത്തിക്കുകയാണ്. ആ ക്രൂശിങ്കിൽ എത്തിച്ച ആ സമയത്ത് പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാൻ ആരംഭിച്ചു. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം നൽകി. അങ്ങനെ ബോധം നൽകിയപ്പോൾ, അല്ലെങ്കിൽ സുബോധം പ്രാപിച്ചപ്പോൾ കണ്ണ് തുറക്കപ്പെടുകയാണല്ലോ. കണ്ണ് തുറന്ന് ആ ക്രൂശിൻ്റെ ദർശനം അത് ഉള്ളതുപോലെ തന്നെ കണ്ടപ്പോൾ നടുങ്ങിപ്പോയി. ഭയാനകമായ ന്യായവിധിയാണ് ആ ബലിപീഠത്തിൽ അഥവാ കാൽവറിയിലെ ക്രൂശിൽ സംഭവിച്ചത്. ആ ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം അടിമുടി ഞങ്ങളെ മാറ്റിമറിച്ചു. അങ്ങനെ ആ ബോധ്യത്തിലാണ് ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്ത്. നോക്കണം, ഇവിടെ എന്താ സംഭവിച്ചത്? പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നു. എങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നത്? പുത്രൻ്റെ ക്രൂശിങ്കിലേക്ക്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം ഉണ്ടാകുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം ഒരുവനെ ദൈവരാജ്യത്തിൽ എത്തിക്കുന്നു. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ വിഷയത്തിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന് പറയുമ്പോൾ വചനമാകുന്ന വിത്ത് ഒരുവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിക്ഷേപിക്കുകയാണ്. വചനമാകുന്ന വിത്ത്, ആ നിക്ഷേപത്തോടു കൂടി യേശുക്രിസ്തു പറയാണ്, ഒരുവൻ എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ ഞാനും പിതാവും അവനോടുകൂടെ വാസം ചെയ്യുമെന്ന്. അപ്പോൾ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം വീണ്ടും ജനിച്ചവൻ്റെ ഉള്ളിൽ വാസം ചെയ്യാൻ ആരംഭിക്കുന്നു. അടുത്തപടി എന്താ പറഞ്ഞത്? പിതാവിനാൽ ആകർഷിക്കപ്പെട്ട ഒരുവൻ പുത്രൻ്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധാത്മാവ് പാപബോധം കൊടുക്കുന്നു. അപ്പം നിങ്ങളുടെ ദൈവം ഏതാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവാകട്ടെ ഈ പറഞ്ഞു വരുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ ലൂക്കോസ് 10:22 കൂടെ വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സ് 22. ലൂക്കോസ് 10:22. എന്റെ പിതാവ് സകലവും എന്നിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവനെന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നതുമില്ല. ലൂക്കോസ് 10:22 വാക്യമാണ് ഇപ്പോൾ വായിച്ചത്. ഇതൊരു സീരിയസ് ആയ വാക്യമാണ്. പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. അപ്പോൾ പുത്രൻ ഇന്നവനെന്ന് ശരിയായ ബോധ്യമുള്ളത് പിതാവിനാണ്, വേറെ ആർക്കും അറിയില്ല. ആ പുത്രനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ പിതാവ് ഇച്ഛിക്കുന്നു. അതെങ്ങനെയാ? പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല, പിതാവ് വെളിപ്പെടുത്തി കൊടുക്കണം പുത്രൻ ആരെന്ന്. അപ്പോൾ സഹോദരങ്ങളെ, ആ തേജോമയനായ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം നമ്മെ അറിയിക്കുമ്പോൾ, അതായത് ഈ കാണുന്ന പിക്ചറിലൊരു വാതിൽ കാണാം നിങ്ങൾക്ക്, പ്രാകാരവാതിൽ, ആ കോർട്ട്യാർഡിൻ്റെ ആദ്യത്തെ എൻട്രൻസ്. ആ വാതിൽ സുവിശേഷത്തെ കാണിക്കുന്നു. സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പാകെ മറനീക്കി കാണിക്കുന്നത് എന്താ? പുത്രനെയാണ്. അതായത് ഈ സുവിശേഷം നമുക്ക് നൽകുന്നത് പിതാവാണ്. പിതാവിനാൽ നമുക്ക് ലഭിക്കപ്പെട്ട സുവിശേഷം. ആ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം എന്താ? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ സുവിശേഷത്തിലൂടെ പിതാവ് തൻ്റെ പുത്രനെ മുഴു ലോകത്തെയും അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് യോഹന്നാൻ 3:16 പറയുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ച കാര്യമാണ് സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പം പുത്രനെ നമുക്ക് നൽകുകയാണ്. പുത്രനെക്കുറിച്ചുള്ള വെളിപ്പാടുകളും ബോധ്യങ്ങളും നമുക്ക് നൽകുകയാണ്. ആ ബോധ്യങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിലാണ് ലഭിക്കുന്നത്. അതായത് പിതാവ് തൻ്റെ പുത്രനെ നമുക്ക് നൽകുന്നു, പരിശുദ്ധാത്മാവിൽ പുത്രനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ അവിടെ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് സംഭവിക്കുന്നത്. ഇവിടെ എന്താ വായിച്ചത്? പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് തൻ്റെ പുത്രനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം നമ്മെ അത്രമേൽ സ്നേഹിച്ചെന്നാണ് മറ്റു ഭാഗത്ത് വായിക്കുന്നത്. അപ്പോൾ പിതാവ് തൻ്റെ പുത്രനെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. എങ്ങനെയാ? സുവിശേഷത്തിലൂടെയാണ് അത് വെളിപ്പെടുത്തി തരുന്നത്. സുവിശേഷത്തിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങും തോറും പുത്രനെക്കുറിച്ചുള്ള മഹിമകളാണ് വെളിപ്പെട്ട് കിട്ടുന്നത്. അപ്പോൾ പിതാവ് പുത്രനെ വെളിപ്പെടുത്തി തരുന്നു. അടുത്തപടി നമ്മൾ കാണുന്നത്, പിതാവ് ഇന്നവനെന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നില്ല. അപ്പോൾ പിതാവിനെക്കുറിച്ച് പുത്രനാണ് അറിയാവുന്നത്. അപ്പോൾ പിതാവിനെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകൾ നമുക്ക് നൽകുന്നത് പുത്രനാണ്. അതെങ്ങനെ നമുക്ക് ഈ പിക്ചർ വെച്ചിട്ട് പറയാൻ പറ്റും? തേജോമയനായ ദൈവത്തെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകൾ പുത്രൻ മുഖാന്തരം നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ലഭിക്കുമെന്നാണ് പറയുന്നത്? പുത്രനെക്കുറിച്ചുള്ള സുവിശേഷത്തിലൂടെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു, അല്ലേ? ആ വാതിൽ തുറന്നപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു. അതായത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ക്രിസ്തുവിനെ നമുക്ക് ഒരളവിൽ മറന്നീക്കി കാണിച്ചു തന്നു. അങ്ങനെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. ആ കാണുന്ന ബലിപീഠം അത് കാൽവറിയിലെ ക്രൂശാണ്. ആ ക്രൂശിന് മുമ്പിൽ നമ്മൾ സറണ്ടർ ചെയ്യപ്പെട്ടു. ആ ക്രൂശിന് മുമ്പിൽ അതിൻ്റെ അടുത്ത പടി എന്നോണം, അതായത്
അടുത്ത പടി എന്ന് പറയുന്നത് പിതാവ് ഇന്നവനെന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നില്ല. അതായത് പിതാവിനെ കുറിച്ചുള്ള വലിയ വെളിപ്പാടുകൾ പുത്രൻ നൽകും. അത് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനേ മനസ്സിലാകൂ, അല്ലാത്ത എല്ലാവർക്കും പിടികിട്ടില്ല. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പറയുന്നത് വരം ലഭിച്ചവർക്ക് ഈ കാര്യങ്ങളൊക്കെ പിടികിട്ടുകയുള്ളൂ എന്ന് പറയുന്നത്. എല്ലാവരുടെ മേലും ദൈവകൃപയുണ്ട്, എന്നാൽ ആ സമർപ്പണാനുഭവത്തിലേക്ക് എല്ലാവരും വരുന്നില്ല. അപ്പോൾ ഈ പിക്ചർ വഴി നമ്മൾ കാണുന്നത് എന്താ? വാതിൽ തുറക്കപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച നാം ആ ക്രൂശിൻ്റെ ദർശനത്തിന് മുമ്പാകെ സമർപ്പിതരായി തീരുകയാണ്. ആ ബലിപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. യാഗപ്പശുവിനെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം ചേർത്ത് കെട്ടുവിനെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ യാഗപീഠത്തിൻ്റെ കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ ഹോൺസ്, അതിന് 4 സൈഡിലും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗമുണ്ട്. അതാണ് യാഗപീഠത്തിൻ്റെ കൊമ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കാണ് ഈ യാഗമൃഗത്തെ കൊണ്ടുവന്ന് ചേർത്ത് കെട്ടുന്നത്. ഈ കൊമ്പുകൾ എന്നുള്ള വിഷയത്തിന് 2 ആൻസറാണുള്ളത്. കൊമ്പുകൾ ശക്തിയെ കാണിക്കുന്നു. കാട്ടുപോത്തിൻ്റെ കൊമ്പെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് സങ്കീർത്തനത്തിലും മറ്റുമൊക്കെ പല ഭാഗത്തുമൊക്കെ. അപ്പം ഈ കൊമ്പ് എപ്പോഴും ശക്തിയാണ് കാണിക്കുന്നത്, ദൈവശക്തിയെ കാണിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിന് മറ്റൊരർത്ഥവും കൂടെയുണ്ട്, പ്രകാശം എന്നുള്ളൊരർത്ഥവും കൂടെയുണ്ട്, പ്രകാശിപ്പിക്കുക. യാഗപീഠത്തിൻ്റെ കൊമ്പുകളിലേക്ക് ചേർത്ത് കെട്ടുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് അവന് പ്രകാശനം ലഭിക്കുകയാണ്. യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ ചേർത്ത് കെട്ടുന്ന ഒരുവന് പ്രകാശനം ലഭിക്കുകയാണ്. എന്താ പ്രകാശനം? സൽഗുണപൂർണനായ പിതാവിനെ കുറിച്ചുള്ള വലിയ വെളിപ്പാടുകളാണ് ലഭിക്കുന്നത്. അതായത് ക്രൂശിങ്കിലേക്ക് തന്നെ സമർപ്പിക്കുമ്പോൾ ആ ക്രൂശ് അവനെ ലിഫ്റ്റ് ചെയ്യുകയാണ്, അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക് ലിഫ്റ്റ് ചെയ്യുകയാണ്. ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? നമുക്ക് വേണ്ടി ഇറ്റിറ്റ് വീണ ആ തിരുരക്തമാണ് കാണുന്നത്, യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. ആ രക്തത്തിൻ്റെ മറവിൽ നമുക്ക് അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക്, കൃപാസനത്തെങ്കിലേക്ക് പ്രവേശിക്കാം. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ ഇന്ന് നമുക്ക് അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞാൽ അതൊരു ഉയർന്ന ആത്മീയ അനുഭവമാണ്, ഉയർന്നൊരു ആത്മീയ അനുഭവമാണ്. ആ ഉയർന്ന ആത്മീയ അനുഭവത്തിലേക്ക് പുത്രനാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എങ്ങനെയുള്ളവരെയാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്? ആ സമർപ്പിതരെ മാത്രമാണ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ രക്തം കൂടാതെ കടന്നു പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച രക്തത്തിൽ ശുദ്ധീകരണം പ്രാപിച്ച് അടുത്ത പടി ആ ബലിപീഠത്തിൽ തങ്ങളെ തന്നെ ചേർത്ത് കെട്ടുക, അല്ലെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ആ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കുക, അല്ലെങ്കിൽ ഇനി മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അനുദിനം ക്രൂശെടുക്കുന്നവർ അവരാണ് ഈ വിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്കും അതിനപ്പുറത്തേക്കും ഒക്കെ കടന്നു പോകുന്നത്. അവർക്കാണ് അകത്തളങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയുന്നത്. ഇന്ന് അകത്തളമൊന്നുമില്ല കടന്നു പോകാനായിട്ട്. പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്താ? ഇന്ന് വിശുദ്ധ ജീവിതം നയിച്ച് ഉയർന്ന ആത്മീയ അനുഭവത്തിൽ നടക്കാൻ ഇച്ഛിക്കുന്നവരോടുള്ള ബന്ധത്തിൽ അവർക്ക് പിതാവിനെക്കുറിച്ചുള്ള വെളിപ്പാട് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കും. യാഗപീഠത്തിൽ സമർപ്പിതരായവർ, അല്ലെങ്കിൽ ക്രൂശ് ചുമക്കുന്നവർ. ക്രൂശ് ചുമക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സമർപ്പിതരെന്നുള്ള അർത്ഥമാണ്. ബലിപീഠത്തിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവരെന്നുള്ള അർത്ഥത്തിലാണ്. കാരണം ഇന്ന് അക്ഷരികമായ ബലിപീഠമൊന്നും നമുക്കില്ല. ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആക്ഷരികമായി മരക്കുരിശ് എടുത്തുകൊണ്ട് നടക്കുക എന്നുമല്ല അതിൻ്റെ അർത്ഥം. അതെല്ലാം കാണിക്കുന്നത് സമർപ്പിത ജീവിതത്തെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സമർപ്പിതരായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പിതാവിനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ പുത്രൻ നമുക്ക് നൽകുകയാണ്. പുത്രനിലൂടെയാണ് നമ്മൾ പിതാവിനെ അറിയുന്നത്. പുത്രനിലൂടെ അല്ലാതെ ആർക്കും പിതാവിനെ അറിയാൻ കഴിയില്ല. പിതാവിലൂടെ അല്ലാതെ ആർക്കും പുത്രനെ അറിയാൻ കഴിയില്ല. 2 പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. പിതാവിലൂടെ അല്ലാതെ ആർക്കും പുത്രനെ അറിയാൻ കഴിയില്ല, പുത്രനിലൂടെ അല്ലാതെ ആർക്കും പിതാവിനെ അറിയാൻ കഴിയില്ല. ഈ 2 കാര്യവും സംഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിലല്ലാതെ സാധ്യവുമല്ല. ഇതാദ്യമായിട്ട് കേൾക്കുന്നവന് കൺഫ്യൂഷൻ വരും. ഇതൊരു മിസ്റ്ററിയാണ്. ഇത് ദൈവകൃപയാൽ പരിശുദ്ധാത്മ സഹായത്താൽ അല്ലാതെ നമുക്ക് മനസ്സിലാകില്ല. ഇത് സിമ്പിളല്ലേ? എന്നാൽ അക്രൈസ്തവരായ സഹോദരങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ഇത് എന്തൊക്കെയാണോ ഈ പറയുന്നത്? ആദ്യം പറയുന്നു പിതാവ് വെളിപ്പെടുത്തി തരണമെന്ന്, പിന്നെ പറയുന്നു പുത്രൻ വെളിപ്പെടുത്തി തരണമെന്ന്, ഇപ്പം പറയുന്നു പരിശുദ്ധാത്മ സഹായത്താൽ അല്ലാതെ സാധ്യമല്ലെന്ന്. ഇതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. ഇത് ഗ്രഹിച്ചാൽ രക്ഷപ്പെട്ടു. ഇത് ഗ്രഹിക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം. വെള്ളം തെളിച്ചാലൊന്നും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ആകെ ചെയ്യാവുന്ന ഇത്രയേ ഉള്ളൂ. എപ്പോഴും തത്തമ്മേ പൂച്ച പിതാവിനും പുത്രനും പരിശുദ്ധരും ആയിരിക്കും സ്തുതി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് വരച്ചിട്ട് വീട്ടിൽ പോവാം. അല്ലാതെ ഈ കാര്യത്തിൻ്റെ ഉള്ളടക്കമൊന്നും ഒരു കാതോലിക്ക് വാവയല്ല എന്നെ പഠിപ്പിച്ചത്, പാത്രിയാർക്കീസ് വാവയല്ല പഠിപ്പിച്ചത്.
ഇത് പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. ഈ ബോധ്യം നൽകിയത് കോർ എപ്പിസ്കോപ്പയോടോ റമ്പാച്ചനോടോ മെത്രാച്ചനോടോ ഒക്കെ ഇത് പറയാനായിട്ടുള്ള പ്രാപ്തി തരുന്ന ആരാ? പരിശുദ്ധാത്മാവാണ്. വചനം വെച്ചിട്ടല്ലേ സംസാരിക്കുന്നത്. നിങ്ങളുടെ ദൈവം ആരെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവാണ് കേട്ടോ. നിങ്ങളുടെ വിശ്വാസത്തിന് ബേസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബേസായി പണിതുകൊണ്ടിരിക്കുന്നത്. ചാന്തും കുമ്മായും സുർക്കിയും ഒക്കെ ഇട്ട് നമ്മൾ പണം ഉറപ്പിക്കുക. അപ്പോൾ അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട ഒരു പാപി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ക്രൂശിലേക്ക് അടുത്ത് വരുമ്പോൾ, ക്രൂശാണ് അവനെ മാറ്റിമറിക്കുന്നത്. അവനെ അടിമുടി മാറ്റുന്നത് ക്രൂശിൻ്റെ ദർശനമാണ്. ദൈവത്തിൻ്റെ നീതിയാണ് അവിടെ വെളിപ്പെട്ടത്. ന്യായവിധി കഠോരമായിരുന്നു, ഭയാനകമായിരുന്നു. ആ ഭയാനകമായ ന്യായവിധിയൊക്കെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ചിന്തിയ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച്, ആ രക്തത്താലുള്ള നീതീകരണം പ്രാപിച്ച് വിശ്വാസ വഴിയിലേക്ക് ചൂടുവെക്കുകയാണ് ഒരുവൻ. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലല്ലോ. ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ അങ്കുരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ഉള്ളിലൊരു സത്യാന്വേഷണമുണ്ട്. ആ സത്യാന്വേഷണം, സൃഷ്ടാവിനെ കുറിച്ചുള്ളൊരു വാഞ്ച, സൃഷ്ടാവിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം, അത് നമ്മുടെ ഉള്ളിലുണ്ട്. ആ അന്വേഷണത്തെ ത്വരിതപ്പെടുത്തുവാൻ പാകത്തിന് പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാൻ ആരംഭിച്ചു. അതെല്ലാം കൂടെ സമ്മേളിക്കുകയാണ് ഒരുമിച്ച്. പിതാവ് ആകർഷിക്കുന്നു, പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നു, ക്രൂശിങ്കൽ നാം രക്ഷകനെ കണ്ടെത്തുന്നു. അതിലേക്ക് നയിച്ചതാരാന്ന് ചോദിച്ചാൽ പിതാവല്ലേ നയിച്ചത്, പരിശുദ്ധാത്മാവല്ലേ ബോധം നൽകിയത്, പുത്രനല്ലേ നമ്മളെ രക്ഷിച്ചത്. ഇനി നിങ്ങളുടെ ദൈവം ആരാന്ന് ചോദിച്ചാൽ എന്തു പറയും? പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം. ആ ട്രൈയൂൺ ഗോഡാണ് ഞങ്ങളെ ഈ രക്ഷയിലേക്ക് നയിച്ചത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ സ്നാനപ്പെടുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഞാൻ നിന്നെ മാമോദീസ മുക്കുന്നു എന്ന് പറയുന്നത്? അങ്ങനെ ഞങ്ങൾ പറയാൻ കാരണം എന്താ? രക്ഷയുമായി കണക്റ്റഡ് ആണ് സ്നാനം, കണക്റ്റഡ് ആണ്, അനുബന്ധമാണത്. രക്ഷയിൽ നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു, ഓക്കെ. പക്ഷേ സ്നാനത്തോടു കൂടിയാണ് അതിൻ്റെ പൂർത്തീകരണം വരികയുള്ളൂ. കാരണം എന്താ? രക്ഷയിൽ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് സാധിപ്പിക്കുന്നത്, അതിൻ്റെ ഫസ്റ്റ് ഫേസ് എന്നുള്ള നിലയിൽ. അതൊരു പഠനത്തോടുള്ള ബന്ധത്തിലാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. രക്ഷയ്ക്ക് പല ഘട്ടങ്ങളുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, പഠനത്തിന് ഘട്ടങ്ങളുണ്ട്. അതായത് നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സാധിപ്പിക്കുന്നു. വീണ്ടും നമ്മുടെ ദേഹി പെൻഡിങ് ആണ്. അത് കാഹളം ധരിക്കുമ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പം നമ്മുടെ ദേഹം ഇന്നലെ വരെ സെയ്റ്റാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, അല്ലെങ്കിൽ അവൻ്റെ വകയായിരുന്നു, അങ്ങനെ തന്നെ പറയാം. സാത്താൻ്റെ വകയായിരുന്നു. അവൻ ക്ലെയിം ചെയ്യും, ഈ ശരീരത്തിന്മേൽ എനിക്ക് അവകാശമുണ്ട്, അതുകൊണ്ട് ഇവൻ എൻ്റെ വക തന്നെയാണ്, ഇവൻ എന്നെ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും ഇവൻ്റെ ദേഹിയിൽ എനിക്ക് നിയന്ത്രണമുണ്ട്. സാത്താൻ ക്ലെയിം ചെയ്യുമ്പോൾ ദൈവത്തിന് തിരിച്ച് ഒന്നും പറയാൻ കഴിയില്ല, ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ അതിന് മറുപടി എന്നോണം സ്നാനത്തിൽ സാത്താനുമായിട്ടുള്ള എല്ലാ അക്കൗണ്ടും ക്ലോസ് ചെയ്യുകയാണ്. അക്കൗണ്ട് എല്ലാം ക്ലോസ് ചെയ്യുകയാണ്. ഒരു ലീഗൽ പ്രൊസീജിയറുണ്ട് അവിടെ. അതിന് നിഴലേതാ? ഇസ്രായേൽ മിസ്രൈം വിട്ടു, മുന്നോട്ട് നടന്നു വന്നു ചെങ്കടലിൻ്റെ കര വരെ. ആ സ്ഥലത്തിന് പറയുന്നതാണ് സീനായി പെനിൻസുല എന്ന് പറയുന്നത്. പിക്ചർ നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ, നിങ്ങൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ നടന്ന് സീനായി പെനിൻസുല വരെ വരുമ്പോഴും ആ സ്ഥലം ഫറവോൻ്റെ ടെറിട്ടറിയാണ്. ആ കാരണത്താൽ അവരെ മടക്കി കൊണ്ടുപോകാൻ ഫറവോ പിന്നിൽ നിന്ന് വരികയാണ്. മടക്കി കൊണ്ടുപോകാൻ ന്യായമായ കാര്യമല്ലേ അത്? ന്യായമായ കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ടെറിട്ടറി തന്നെയാണ് ഇപ്പോഴും അവർ നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് രക്ഷിക്കപ്പെട്ട ഒരുവൻ സ്നാനപ്പെടണോ, ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടോ എന്നൊക്കെ ഈണത്തിൽ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? ചോദിക്കുന്ന ആരാ? 56 ദിവസം മാമോദീസ വെള്ളം തലയിൽ വീണവനായി ചോദിക്കുന്നത്. പെന്തിക്കോസുകാരെ കളിയാക്കാൻ വേണ്ടി ചോദിക്കുന്നതാ. മണ്ടത്തരവാന്ന് അറിയുന്നില്ല, മലന്ന് കിടന്ന് തുപ്പുവാന്നൊന്നും അറിയില്ല. ബോധം വെച്ചാലല്ലേ അറിയൂ. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഈ സ്നാനം എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നതെന്ന് ചോദിക്കുന്നത്. ആരാ നീ ബഹളം വെച്ചേ? പറഞ്ഞപ്പോൾ കാര്യം പറഞ്ഞതല്ലേ, ബഹളമൊന്നും അല്ലല്ലോ. അതിനോടുള്ള ബന്ധത്തിൽ ഈ ക്രൂശിലെ കള്ളനെയൊക്കെ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമുണ്ടോ? അത് കൂട്ടിമുട്ടിക്കേണ്ട കാര്യമില്ല. കാരണം താങ്കൾ ഓൾറെഡി 56 ദിവസം വെള്ളം തലയിൽ വീഴ്ത്തിയവനാണ്. മൂറോനൊക്കെ പൂശി നിൽക്കുകയാണല്ലോ. മൂറോനൊക്കെ പൂശി ഇങ്ങനെ മിടുക്കനായിട്ട് നിൽക്കുക. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യെരുശലേമിനെയൊക്കെ വറപ്പിക്കാൻ പാകത്തിനാണ് നിൽക്കുന്നത് അല്ലേ? 56 ദിവസം വെള്ളം തളിച്ചു, പിന്നെ മൂറോൻ പൂശി, പിന്നെ ഇങ്ങനെ വളർന്ന് വരികയാണ്. 10 വയസ്സ്, 15 വയസ്സ്, 20 വയസ്സ്, 25 വയസ്സ്, അങ്ങനെ വളർന്ന് ഇങ്ങനെ വരികയാണ്. ആ വരുന്ന വരവിൽ യെരുശലേമിനെയൊക്കെ വറപ്പിക്കാൻ പാകത്തിന്, അന്നാസിനെയും കയ്യഫാവിനെയൊക്കെ മുട്ടുകുത്തിക്കാൻ പാകത്തിന്, പിന്നെ അങ്ങ് അരയോപക കുന്നിൽ ചെന്നിട്ട് സകല കവിവരന്മാരെയും മുട്ടുകുത്തിക്കാൻ പാകത്തിനുള്ള അഭിഷേകത്തിലാണ് ഓർത്തഡോക്സുകാരൻ നിൽക്കുന്നത്.
ആണോ? അപ്പോൾ പൂശിയതോ? 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ ആത്മാവിൽ നിറഞ്ഞപ്പോൾ അവർ ധൈര്യശാലികളായി എന്നാണ് കാണുന്നത്. ക്രിസ്തുവിൻ്റെ നാമം എല്ലാ ദിക്കിലും അവർ പ്രസംഗിച്ചു. അതുകൊണ്ട് സൻഹദ്രീ സംഘം അമർച്ചയായി കൽപ്പിച്ചു, ഇനി മേലാൽ ഈ നാമം ഇവിടെ ഉയർത്തിപ്പോകരുത്. മൈസ്റ്റർ പത്രോസ്, വിവരക്കേടിനൊക്കെ ഒരു അറുതിയുണ്ട്, ഇനി മേലാൽ മിണ്ടിപ്പോകരുത്, മറ്റൊരുത്തരിൽ രക്ഷയില്ലെന്നോ? അങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ കഴിയും? മതേതരത്വത്തെ തകർക്കുന്ന ഏറ്റവും മോശമായ പദങ്ങളല്ലേ അത്? മതേതരത്വത്തെ തകർക്കുന്ന ഏറ്റവും മോശമായ പദങ്ങളാണ് പത്രോസ് ഉപയോഗിച്ചത്. ഇന്നെങ്ങാനും ഇവിടെ വന്നെങ്ങാനും പത്രോസ് പറഞ്ഞെങ്കിൽ പിടിച്ച് സെൻട്രൽ ജയിലിലിട്ടേനെ. മറ്റൊരുത്തനും രക്ഷയില്ലെന്നൊക്കെ പത്രോസ് പറഞ്ഞ. പത്രോസ് ഒരു പ്രധാനിയാണല്ലോ. പത്രോസിനെ നമുക്ക് ചുമ്മാ ഒരു കാതോലിക്കയുടെ റേഞ്ചിലൊന്നും നിർത്തിയാൽ പോരാ, ഒരു പാത്രിയാർക്കീസിൻ്റെ ഒരു പോപ്പിൻ്റെ ഒക്കെ റേഞ്ചിൽ നിർത്താം. അങ്ങനെയാണെങ്കിൽ അന്നത്തെ പാത്രിയാർക്കീസ്, അന്നത്തെ പോപ്പ് യെരുശലേമിൻ്റെ തെരുവിൽ നിന്ന് വിളിച്ചു പറയുക, മറ്റൊരുത്തനിലും രക്ഷയില്ലെന്ന്. ആത്മരക്ഷയുടെ കാര്യമായി പറയുന്നത്. അപ്പോൾ കേൾവിക്കാർ യഹൂദന്മാർ മാത്രമല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ അതെ, തുടക്കത്തിൽ യഹൂദന്മാർ മാത്രമാണ് കേട്ടത്, പിന്നെയാണ് സകല ലോകരും കേട്ടത്. പിന്നെ പത്രോസ് കഴിഞ്ഞ് പൗലോസിലൂടെയും മറ്റുള്ളവരിലൂടെയും ഒക്കെ പറഞ്ഞത് ഈ കാര്യം തന്നെയാണ്. ആത്മരക്ഷയ്ക്ക് നൽകപ്പെട്ട ഒരേ ഒരു നാമം, രണ്ടാമതൊരു നാമമില്ലെന്നേ, വേറെ ഓപ്ഷനൊന്നുമില്ല. യഹൂദനാകട്ടെ യവനനാകട്ടെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? മൂറോൻ പൂശിയതുകൊണ്ടാണോ? പത്രോസിൻ്റെ മേല് കർത്താവ് മൂറോൻ പൂശിയിട്ട് പോയായിരുന്നോ? മൂറോൻ പൂശിയതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ സൻഹദ്രീ സംഘത്തിൻ്റെയൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട്, അന്നാസിൻ്റെയും കയ്യഫാവിൻ്റെയും പിന്നെ റോമൻ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ആ വാളിൻ്റെ കീഴിൽ നിന്നുകൊണ്ടല്ലേ ഈ സംസാരിക്കുന്നത്? യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് ആത്മരക്ഷയെന്ന്. പത്രോസിൻ്റെ പിൻഗാമികളാ ഞങ്ങളെന്നൊക്കെ പറയുന്ന കേമന്മാരുണ്ടല്ലോ. ഞാൻ ചലഞ്ച് ചെയ്യാം. അന്ത്യോക്യയിൽ വേണ്ട, യെരുശലേമിൽ വേണ്ട, കുറച്ച് സേഫ് സോണിൽ നിന്നുകൊണ്ട്, അതായത് മലയാളക്കര ഇത്തിരി സേഫ് സോണാണല്ലോ, ആ സേഫ് സോണിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് ആത്മരക്ഷ എന്ന് പറയാൻ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നല്ല കടുപ്പത്തിലൊരു ചായ മേടിച്ചു തരാം. നിങ്ങൾ പറയുന്ന ഈ മേൽപ്പെട്ട സ്ഥാനീയനുണ്ടല്ലോ, പത്രോസിൻ്റെ പിൻഗാമി എന്ന് പറയുന്നത്, പുള്ളിക്ക് ആംബിയർ ഉണ്ടോ പറയാൻ? അതേസമയം പരിശുദ്ധാത്മ നിറവിൽ ഞങ്ങൾ എവിടെ നിന്നും പറയും. മറ്റുള്ളവരെ അപമാനിക്കാൻ വേണ്ടിയല്ല, ഇതൊരു ട്രൂത്താണ്. ഇതിലപ്പുറം ഒരു ട്രൂത്ത് ഇല്ല, വേറൊരു ട്രൂത്ത് ഇല്ല. ജീവൻ വേണോ? ജീവൻ ഇരിക്കുന്ന പുത്രനിലാണ്. പുത്രനുള്ളവന് ജീവനുണ്ടെന്നാണ്. പുത്രനെ കൊടുക്കുക, അതായത് സുവിശേഷം കൊടുക്കുക. പിതാവ് ചെയ്ത അതല്ലേ? പിതാവ് പുത്രനെ വെളിപ്പെടുത്തി തരികയാണ് നമുക്ക്. പിതാവ് നമുക്കിങ്ങ് തന്നു തൻ്റെ പുത്രനെ. എങ്ങനെയാ തന്നത്? കാൽവറിയിലെ ബലിപീഠത്തിൽ നമുക്ക് തന്നു, നുറുക്കി തന്നു. വാങ്ങി ഭക്ഷിപ്പിനെന്നാണ് പറയുന്നത്. അതിന് വരെ നിങ്ങളെന്താ കാണിക്കുന്നത്? ഈ സത്യങ്ങളൊക്കെ ഗ്രഹിച്ചിട്ടാണോ നിങ്ങൾ ഈ അപ്പം വീഞ്ഞുമൊക്കെ എടുത്ത് വായിലിടുന്നത്? നിങ്ങൾ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളെ സംബന്ധിച്ച് ആ ബലിയുടെ സ്മരണയിലാണ്. പിതാവ് തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ബലിയാക്കി, ഞങ്ങൾക്ക് വേണ്ടി നുറുക്കി, ഞങ്ങൾക്ക് വേണ്ടി അവനെ തകർത്തു, ഞങ്ങൾക്ക് വേണ്ടി അവനെ നുറുക്കി ഇങ്ങ് തരികയാണ്. നുറുങ്ങിയ ഹൃദയത്തോടെയാണ് അത് സ്വീകരിക്കുന്നത്. നുറുങ്ങിയ ഹൃദയത്തോടെ ഇത് പറയുന്നതും. ഇത് ആരുടെയും പുറത്ത് കുതിര കയറുന്നതല്ല. ഈ സത്യത്തിലേക്ക് എല്ലാവരും വരണം. നോക്കട്ടെ, ഞാനൊരു വെളിപ്പാടാണ് പറഞ്ഞത്. ആദ്യ നൂറ്റാണ്ടിൽ ആത്മനിറവ് പ്രാപിച്ച പത്രോസ് അപ്പോസ്തലൻ യെരുശലേമിൻ്റെ തെരുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, യേശുക്രിസ്തുവിലൂടെ മാത്രം ആത്മരക്ഷ. നമ്മുടെ ചോദ്യം എന്താ? പത്രോസിൻ്റെ പിൻഗാമി എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, അണമുറിയാത്ത കൈവപ്പ് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ പറയുന്ന മൂറോനും ശക്തിയും ഉണ്ടെങ്കിൽ, മൂറോനാൽ പൂശപ്പെട്ട ഇന്നത്തെ പത്രോസിൻ്റെ പിൻഗാമിക്ക് കലുഷിതമായ സ്ഥലത്തൊന്നും നിന്ന് പറയണ്ടെന്നേ. സിറിയയിൽ നിന്ന് പറയണ്ട, വേറെ എങ്ങും നിന്ന് പറയണ്ട, ഇസ്താംബൂളിൽ നിന്ന് പറയണ്ട. ഒക്കെ കുഴപ്പം പിടിച്ച സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ അല്ലേ പുള്ളികളുണ്ട്. നമുക്ക് കോട്ടയത്തേക്ക് വരാം, അല്ലെ പുത്തൻകുരിശിലേക്ക് വരാം. കോട്ടയത്തോ പുത്തൻകുരിശിലോ നിന്ന് പറയാവുന്നതാണ് എൻ്റെ ചോദ്യം, പരസ്യമായിട്ട്. അപ്പോൾ അത് പറയുമ്പോൾ അവിടെ നമ്മുടെ ബഹുമാനായ അലിയാർ കാസിമീനെയൊക്കെ സ്റ്റേജിലിരുത്തണം. മറ്റേ ആ സ്വാമി ഉണ്ടല്ലോ, ഒരു ആനന്ദസ്വാമി, കഴിഞ്ഞ തവണ വന്നപ്പോൾ നിർത്തിയേ, സ്വാമിനെ എല്ലാവരും ഇരുത്തിക്കോ. ഇവരെല്ലാം ഇരുത്തിയിട്ട് പറയാണ്, വേറെ ഒരു വഴിയില്ല, ഒരേ ഒരു വഴിയുള്ളൂ എന്ന് പറയാമോ എന്നാണ് എൻ്റെ ചോദ്യം. നടപടിയില്ല സഹോദരങ്ങളെ. നിങ്ങളുടെ ആ ഒരു വലിയ സമൂഹം ഉണ്ടല്ലോ, ആ സമൂഹം എല്ലാം കൂടെ പിന്തുണ കൊടുത്താലും പുള്ളിയെ പ്രോത്സാഹിപ്പിച്ചിട്ട് പറാതിരുമേനി, ബാവാതിരുമേനി,
ഞങ്ങളുടെ മാനം കാക്കണം. ഈ പെന്തിക്കോസ്തുകാർ ഞങ്ങളെ കളിയാക്കുക. പത്രോസിൻ്റെ പിൻഗാമിയാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. പത്രോസിനെ പോലെ ഒരു വാക്കെങ്കിലും പറയൂ, യേശു ക്രിസ്തു മാത്രമാണ് സത്യദൈവമെന്ന്, യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് ആത്മരക്ഷയെന്ന്. എൻ്റെ പൊന്നു ബാവാതിരുമേനി ഒന്ന് പറയൂ എന്ന് കെഞ്ചി പറഞ്ഞാലും പുള്ളി പറയില്ല. AK-47 ഉണ്ടല്ലോ, ഈ ചെവിയുടെ പുറകെ വെച്ചിട്ട് പുള്ളിയോട് പറയുക, ബാവാതിരുമേനി യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷയെന്ന് മലയാളക്കരയിലൊന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ നടപടിയില്ല. കാരണം അത് പറഞ്ഞ ആ സെക്കൻഡിൽ തന്നെ മതേതരത്വം എന്ന് പറയുന്നൊരു സൗധം ഇടിപിടീന്ന് താഴെ പോവും, തകർന്ന് തരിപ്പണമായി പോവും. മതേതരത്വം പിന്നെ പൂത്തുലയില്ല. അതേസമയം ഞങ്ങൾ ഈ കാര്യം പറയും, യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് ആത്മരക്ഷ, നിത്യജീവൻ അവിടെയാണ് എന്ന സത്യം ഞങ്ങൾ പറയും. ഞങ്ങളത് പറയുന്നതുകൊണ്ടൊന്നും ആകാശം ഇടിഞ്ഞു വീഴില്ല. കാരണം എന്താ, ഞങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള നെയ്ബേഴ്സിനെ എല്ലാം സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, മുസ്ലിം സഹോദരങ്ങളുണ്ട്, സിഖ് സഹോദരങ്ങളുണ്ട്, പാർസി സഹോദരങ്ങളുണ്ട്, ജൈന സഹോദരങ്ങളുണ്ട്. ഇവരെല്ലാം ഞങ്ങൾ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷെ അവരുടെ ഉപദേശങ്ങളെയോ ആശയങ്ങളെയോ ഒന്നും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. അതൊന്നും സ്വീകരിച്ചിട്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ സത്യങ്ങളെ പറയുന്നത്. ഞങ്ങൾ അവരെല്ലാം ബഹുമാനിച്ചുകൊണ്ടാണ് പറയുന്നത് ഇതാണ് വഴി എന്നുള്ളത്. തെറ്റായ വഴി പറഞ്ഞു കൊടുത്താൽ അവർ പോയി കുഴി ചാടില്ലേ? ശരിയായ വഴി നമുക്ക് അറിയാമെങ്കിൽ നമ്മളത് പറയണം. കാലങ്ങളായിട്ട് ആ സഹോദരങ്ങളുടെ ശബ്ദം നമ്മുടെ ഇടയിൽ മുഴങ്ങുന്നുണ്ട്. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ, അസത്യത്തിൽ നിന്ന് എന്നെ സത്യത്തിലേക്കും ഇരുളിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്ന ഒരു ദീന സ്വരം ചരിത്രത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ കഴിയുന്നത്? അത് കേട്ടിട്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. മിണ്ടാതിരിക്കണമെങ്കിൽ നമ്മളല്ല പാത്രിയാർക്കീസോ കാതോലിക്കോ ഒക്കെ ആകണം. അതൊന്നുമല്ല, വെറും മനുഷ്യനായതുകൊണ്ട്, ദൈവസ്നേഹമുള്ള മനുഷ്യരായതുകൊണ്ട് നമുക്കത് പറയാൻ കഴിയും. എന്താ പറയുന്നത്? യേശു ക്രിസ്തു തന്നെയാണ് വഴി, യേശു ക്രിസ്തു തന്നെയാണ് സത്യം, അവൻ തന്നെയാണ് ജീവൻ, അവനാണ് വെളിച്ചം. ഒരുവൻ്റെ ഉള്ളിലേക്ക് ക്രിസ്തു വന്നു കഴിഞ്ഞാൽ വെളിച്ചം വന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? പുത്രനുള്ളവൻ ഇരുളിലല്ല, അവൻ വെളിച്ചത്തിലാണ്. ഈ സദ്വർത്തമാനം, അതുകൊണ്ടാണല്ലോ അതിന് ഗുഡ് ന്യൂസ് എന്ന് വിളിക്കുന്നത്. ഈ സദ്വർത്തമാനം പറയാതിരിക്കാൻ പറ്റുമോ? ഇത് പറയണം സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതിലേക്ക് മടങ്ങിപ്പോയി വേഗം അവസാനിപ്പിക്കാം. എന്താ ആദ്യം പറഞ്ഞത്? പിതാവിനാൽ ആകർഷിക്കപ്പെടുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനമുണ്ട്, അതുപോലെ ക്രൂശിന്റെ ദർശനം പ്രാപിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് ഒരു സത്യവിശ്വാസിയുടെ ബോധ്യമാണ്, എല്ലാ കാലത്തുമുള്ള ബോധ്യമാണ്. ശരിയായ സുവിശേഷമാണ് കേട്ടതെങ്കിൽ ആ സുവിശേഷത്തിൽ ഈ കാര്യങ്ങളെല്ലാം വരും. അവിടെ പിതാവിനെ വർണ്ണിക്കും, പുത്രനെ വർണ്ണിക്കും, പരിശുദ്ധാത്മാവിനെ വർണ്ണിക്കും. ഇതെല്ലാം സുവിശേഷത്തിനകത്ത് വരും. അപ്പോൾ ഇത് കേട്ടിട്ടാണ് അവൻ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. ഇത് കേൾക്കാതെ എങ്ങനെ സ്നാനപ്പെടാൻ പറ്റും? 56-ാം ദിവസത്തിൻ്റെ പരിപാടിയല്ല ഇത്. ഈ സത്യങ്ങൾ കേട്ട് ബോധ്യപ്പെട്ടാണ് ഒരുവൻ സ്നാനക്കുളത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ആ സ്നാനക്കുളത്തിൽ വെച്ച് ശുശ്രൂഷകൻ ചോദിക്കുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കും. വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെയും ചോദിക്കും, ഈ പറയപ്പെട്ട ക്രിസ്തു താമസമിനാ നിന്നെ ചേർക്കുവാൻ വേഗം വരുമെന്നും നീ വിശ്വസിക്കുന്നുവോ എന്നും ചോദിക്കും. അതെല്ലാം ഉറപ്പിക്കും. ഉറപ്പിച്ചതിന് ശേഷമാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവനെ മാമോദീസയ്ക്ക് ഏൽപ്പിക്കുന്നത്. അങ്ങനെ അവൻ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകുകയാണ്. ഇതിനിടയിൽ ഞാൻ പറഞ്ഞു, ദേഹത്തിൻ്റെയും ദേഹിയുടെയും കാര്യം സൈറ്റാൻ ക്ലെയിം ചെയ്യും. ക്ലെയിം ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പഴയ മനുഷ്യനെ അടക്കണം. സൈറ്റാനുമായി ബന്ധമുള്ള പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം? ആ സ്നാനക്കുളത്തിൽ, ആ കല്ലറയിൽ അടക്കണം. ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ ഒരു പുതുമനുഷ്യൻ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നു. ആ മനുഷ്യന് ഈ കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനോടുമാണ്. അവനെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ അവൻ വിശുദ്ധന്മാരുടെ സഭായോഗങ്ങളിൽ കടന്നു വരികയാണ്. വിശുദ്ധന്മാരുടെ സഭായോഗങ്ങളിൽ കടന്നു വരികയാണ്. അവിടെ ആരാധനയുണ്ട്. ആ ആരാധനയെക്കുറിച്ച് ദൈവം അനുവദിച്ച് നമുക്ക് അടുത്ത ദിവസം, കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസം പറയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ മാത്രം ആരാധിക്കുന്നത്? ഒന്ന് പറഞ്ഞ് രണ്ടിന് യേശു 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 എന്ന് മാത്രം പറയുന്നത്? അതാണ് ചോദ്യത്തിൻ്റെ അവസാനം. അതിലേക്ക് ഇതേ നമ്മൾ കടന്നു വരും, അടുത്ത ദിവസം വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പാപിയായവൻ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഈ പാപിയായവൻ സുവിശേഷം കേട്ട് വീണ്ടും ജനിച്ചിരിക്കുന്നു. പിതാവ് ആകർഷിച്ചു. സുവിശേഷം അവൻ്റെ കാതുകളിൽ മുഴങ്ങി. സുവിശേഷം എന്ന കലപ്പെ അവൻ്റെ ഹൃദയത്തെ തലങ്ങും വിലങ്ങും ഉഴുതുമറിച്ചു. പാപബോധം കൊണ്ട് പൊറുതി മുട്ടിയവൻ പാപത്തിൻ്റെ വേരുകൾ പിഴുതെറിഞ്ഞു. അങ്ങനെ അവൻ ഒരു വിശുദ്ധൻ എന്ന നിലയിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. എങ്ങനെ വിശുദ്ധനായത്? കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാൽ കഴുകി. അതായത് പുത്രൻ അവനെ നീതീകരിച്ചു. നീതീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലെ ദൈവം അവനെ കാണുന്നത് വിശുദ്ധൻ എന്ന നിലയിൽ തന്നെയാണ്.
ഇനി അങ്ങ് വത്തിക്കാനിലെ മാർപ്പാപ്പ വിശുദ്ധനാക്കുമൊന്നും വേണ്ട. തമ്പുരാൻ വിശുദ്ധനായി പ്രഖ്യാപിച്ചാൽ പ്രഖ്യാപിച്ചു തന്നെയാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധന്മാരോടാണ് സംസാരിക്കുന്ന. ഞാനും ദൈവത്തിൻ്റെ വിശുദ്ധനാണ്. വിശുദ്ധി ഉണ്ടായിട്ടല്ല, എൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് ക്രിസ്തുവിലാണ്. ഞാൻ എൻ്റെ വിശുദ്ധി അന്വേഷിക്കുന്ന ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ എൻ്റെ വിശുദ്ധി എനിക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, അങ്ങനെ വീണ്ടും ജനനാനുഭവത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു സഹോദരൻ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലേക്ക് വന്നു, വിശുദ്ധന്മാരുടെ പാളയത്തിലേക്ക് വന്നിരിക്കുകയല്ലേ. അവിടെ സത്യാരാധനയുണ്ട്, ആത്മാവിലും സത്യത്തിലുള്ള ആരാധനയുണ്ട്. ആ ആരാധനയുടെ ഭാഗമാകുകയാണ്. കടന്നു വരുന്ന സമയം മുതൽ സ്തോത്രത്തിൽ ജാഗരിക്കുകയാണ്. സ്തോത്രം കേട്ടിട്ടില്ലേ? സ്തോത്രം എന്നൊക്കെ സൂത്രമല്ല, സ്തോത്രം. നിങ്ങൾ സാധാരണ എങ്ങനെ പറയാറ് ഞങ്ങളെക്കുറിച്ച്? സൂത്രക്കാരെന്ന്. സൂത്രമൊന്നും അല്ലെന്നേ. നിങ്ങൾ വേറെയും അതിൻ്റെ കൂട്ടത്തിൽ വാക്കൊക്കെ വേണേൽ മാറ്റി പറയുന്ന സൈസുകളാണ്, കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ സ്തോത്രത്തിൽ ജാഗരിക്കുകയാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്ര ബലി അർപ്പിക്കാൻ തുടങ്ങുകയല്ലേ. അപ്പോൾ അങ്ങനെ സ്തോത്രത്തിൽ ജാഗരിക്കുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തോത്രഗീതങ്ങൾ പാടുന്നു, വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള പാട്ടെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ഉത്തരവുണ്ട്, പിന്നാലെ പറയാം. അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ പാടുന്നു, യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വർണ്ണിക്കുന്നു, പിതാവിൻ്റെ വലങ്കരത്തെ വർണ്ണിക്കുന്നു, അതായത് അവൻ്റെ ഭുജത്തെ, വീര്യഭുജത്തെ വർണ്ണിക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങളും പറഞ്ഞും പാടിയും അങ്ങനെ സമയം മുന്നോട്ട് പോയി പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ ദാസൻ ദൈവവചനത്തിൽ നിന്ന് പുത്രനെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകളിലേക്ക് നയിക്കുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാ പെന്തിക്കോസ്റ്റ് ചർച്ചിലും പോയി കഴിഞ്ഞാൽ നയിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനൊരു പൊതുവായൊരു രൂപം പറഞ്ഞതാണ്. അങ്ങനെ അവിടെ ദൈവവചനത്തിൻ്റെ സത്യങ്ങളും ആഴങ്ങളും എല്ലാം വെളിപ്പെടുന്നു. വലിയ പ്രതിസന്ധിയിലൂടെയല്ലേ ഈ ഭക്തൻ കടന്നു പോകുന്നത്. വലിയ പ്രതിസന്ധികളിലൂടെ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു എന്ന ഒറ്റ കാരണത്താൽ പാട്ടുകാരൻ പാടിയതുപോലെ കൂട്ടം വെറുത്തു, കുലവും വെറുത്തു, കൂട്ടുകാരും വെറുത്തു. ഈ സത്യവിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ സകലരാലും പകയ്ക്കപ്പെടും. സ്വജാതികളിൽ നിന്ന്, അതുപോലെ ഭരണാധികാരികളിൽ നിന്ന്, എന്നുവേണ്ട എല്ലാവരാലും പകയ്ക്കപ്പെട്ട് അങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകും. അതുപോലെ മറ്റുള്ളവർ വിടക്കം നിന്നും ദുഷിക്കും, പഴിക്കും. ക്രിസ്തുവിൻ്റെ നിന്ന വഹിക്കേണ്ടതുണ്ട്. അങ്ങനെയല്ലേ പത്രോസ് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ നിന്ന വഹിക്കേണ്ടതുണ്ട്. ആ നിന്നയൊക്കെ വഹിച്ച് മുൻപോട്ട് ജീവിക്കണം. ഇപ്പം ഇന്ന് കൂട്ടായ്മ കഴിഞ്ഞ് പിരിയാൻ പോവുക. ഇനി എത്ര ദിവസം കഴിഞ്ഞാണോ കൂട്ടായ്മയ്ക്ക് ഒത്തുകൂടുന്നതെന്ന് അറിയില്ല. ഈ ലോകത്തിൽ ക്രൂശിൻ്റെ സൗരഭ്യം പരത്തേണ്ടതുണ്ട്, ജ്യോതിസുകളെ പോലെ പ്രകാശിക്കേണ്ടതുണ്ട്. അതുപോലെ ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ന വഹിക്കേണ്ടി വരും. അതൊക്കെ വഹിച്ചും സഹിച്ചും പൊറുത്തും ഒക്കെ സഞ്ചരിച്ച് അടുത്ത കൂട്ടായ്മയ്ക്ക് വരുന്നത് വരെ. ഇപ്പോൾ സഭായോഗമൊക്കെ കഴിഞ്ഞ് പിരിയാൻ പോവുക. പിരിയാൻ നേരത്ത് ഏറ്റവും ഒടുവിൽ പ്രാർത്ഥിച്ച് ഒടുക്കം ശുശ്രൂഷകൻ ആശീർവാദം പറയും. ആശീർവാദം പറയുന്നത് എങ്ങനെയാ? വീഴാതെ വണ്ണം തൻ്റെ മഹിമാസന്നതയിൽ നമ്മെ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സമ്പർക്കവും സംസർഗവും നിരന്തരമായി നിന്നോടുകൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ആശീർവാദം പറയുന്നത്. അല്ലാതെ യേശുവിൻ നാമത്തിൽ വീട്ടിൽ പൊക്കോ എന്നല്ല പറയാറ്. അങ്ങനെ പെന്തിക്കോസുകാർ പറയാറില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനോട് എനിക്ക് ഒരു വാക്കോടെ പറയാനുണ്ട് കേട്ടോ. അച്ഛൻ ഈ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടല്ല പെന്തിക്കോസുകാരുടെ നേരെ അമ്പ ചെയ്യുന്നത്. IPC ആണ് ആദ്യത്തെ പെന്തിക്കോസ് എന്നും പ്രബല പെന്തിക്കോസ് എന്നൊക്കെ പറഞ്ഞല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്റ്റ് മൂവ്മെൻ്റ് ആണ് IPC എന്ന് പറയുന്നത്. അതൊരു വാസ്തവമാണ്. പക്ഷേ ഇന്ത്യ മുഴുവൻ എടുക്കുമ്പോൾ അത് അസംബ്ലീസ് ഓഫ് ഗോഡാണ്. ലോകത്തിലെ ഏറ്റവും ആദ്യം ആരംഭിക്കപ്പെട്ട പെന്തക്കോസ്റ്റ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അസംബ്ലീസ് ഓഫ് ഗോഡും ചർച്ച് ഓഫ് ഗോഡുമാണ്. അങ്ങനെ പല മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പെന്തക്കോസ്റ്റ് സഭാചരിത്രം എന്ന് പറയുന്ന ഷാജു ജോൺ മാത്യുവിൻ്റെ ഒരു പുസ്തകമുണ്ട്. ഓൺലൈനിൽ കിട്ടും. PDF ആയിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഇതെങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത്, ഇതിൻ്റെ പൂർവ്വകാലം എങ്ങനെയായിരുന്നു, പൂർവന്മാരെങ്ങനെയായിരുന്നു സഞ്ചരിച്ചത്, ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. കുറച്ചൊക്കെ വായിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ പെന്തിക്കോസുകാർ അവരുടെ കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ മാത്രമല്ല, ഏത് കൂട്ടായ്മയാകട്ടെ, എന്ത് കാര്യമാകട്ടെ, അതിൻ്റെ ഒടുവിൽ ആശീർവാദം പറയും. ആ ആശീർവാദം എങ്ങനെയാണ് പറയുന്നത്? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും എന്നൊക്കെ പറഞ്ഞാണ് ഈ വിശ്വാസിയെ വീട്ടിൽ പറഞ്ഞു വിടുന്നത്. അവനിനി എങ്ങോട്ടാണ് പോകുന്നത്? ലോകത്തിലേക്കാണ് പോകുന്നത്. ലോകം അവനെ പകയ്ക്കാൻ വേണ്ടി നോക്കിയിരിക്കുക. എന്താ കേട്ടത്? ഈ വിശ്വാസിയെ എങ്ങോട്ടാണ് ഈ ശുശ്രൂഷകൻ പറഞ്ഞയക്കാൻ പോകുന്നത്? ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ്. ഈ ലോകം അവനെ പകയ്ക്കാൻ വേണ്ടി കച്ച കെട്ടിയിരിക്കുക. അവരുടെ നടുവിലേക്ക് അവനെ ഇറക്കി വിടുകയാണ്.
ഇനിയിപ്പം പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാത്തിരിക്കുകയാണ്. കലക്ക വെള്ളത്തിലാണോ വീണത്, പോത്തുകുളത്തിൽ നിന്നാണോ വന്നത്, പിന്നെ എന്നാ വെള്ളത്തിലാണോ, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഇതെന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? ഐശ്വര്യ റോയ് ഇങ്ങനെയല്ലോ നടക്കുന്നത്, പിന്നെ നീ എന്താ ഇങ്ങനെ നടക്കുന്നത്? അവരുടെ റോൾ മോഡൽ ഐശ്വര്യ റോയും മറ്റേ റോയും ഒക്കെ ആയിരിക്കും. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായാണ് റോൾ മോഡൽ. അപ്പോൾ കർത്താവും കർത്താവിൻ്റെ വചനവും ആ തിരുവെഴുത്ത് തുറന്നു തരുന്ന ബോധ്യത്തിലല്ലേ നടക്കേണ്ടത്. അപ്പോൾ ഓക്കെ, ലോകം പകയ്ക്കാൻ കാത്തിരിക്കുകയാണ്. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ്, അതായത് ഈ 2-3 മണിക്കൂർ പ്രാർത്ഥനയും പാട്ടും പ്രസംഗവും അതൊന്നുമല്ല. അതിൻ്റെ ഒടുവിൽ വെറും നിസ്സാര 1 മിനിറ്റിൽ താഴെയുള്ള 3 സ്വരങ്ങൾ, അത് ഈ 3-4 മണിക്കൂർ പറഞ്ഞതിൻ്റെ എല്ലാ സമ്മറിയാണത്. അവരെ ഓർമ്മിപ്പിച്ചു വിടുകയാണ്. മകനെ, പിതാവിൻ്റെ സ്നേഹം തൻ്റെ പുത്രനെ നമുക്ക് നൽകി കേട്ടോ, മറക്കരുത്. ലോകത്തിലേക്കാണ് നീ പോകുന്നത്. അവിടെ ദൈവദൂഷകന്മാരായവന്മാരുണ്ട്, യഹോവയായ ദൈവത്തെ ചീത്ത വിളിക്കുന്നവന്മാരുണ്ട്. യഹോവയായ ദൈവത്തെ ചീത്ത വിളിക്കുന്നവന്മാർ അവിടെ എവിടെയൊക്കെ ഉണ്ട്. അതുപോലെ മല കയറുന്നവന്മാരും മല ഇറങ്ങുന്നവന്മാരും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ നടുവിലേക്കാണ് നിന്നെ വിടുന്നത്. മറക്കരുത് ആ പിതൃ സ്നേഹം, തൻ്റെ പുത്രനെ നമുക്ക് നൽകിയ സ്നേഹം. അടുത്തെന്താ? യേശുക്രിസ്തുവിൻ്റെ കൃപ. കൃപ എന്താന്ന് പഠിക്കണം. കൃപ, അതായത് ഈ പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് പറയാം, അതായത് ആ പിതാവിൻ്റെ സ്നേഹം. ബത്ലഹേമിലേക്ക് നോക്കുക. തൻ്റെ പുത്രനെ ബത്ലഹേമിൽ തൻ്റെ സൃഷ്ടിയായ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ചുരുങ്ങി ഇറങ്ങി വന്ന് അവിടെ വസിച്ച നിമിഷങ്ങൾ, അത് ദൈവസ്നേഹത്തിൻ്റെ ആഴമല്ലേ? ആ മഹത്വത്തിലിരുന്നവൻ മഹത്വം മാറ്റിവെച്ചിട്ട്, മഹത്വം മറച്ചു വെച്ചിട്ട് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയല്ലേ? ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് വന്നിരിക്കുകയല്ലേ? സൃഷ്ടിയിലേക്ക് ചുരുങ്ങി വന്നിരിക്കുകയല്ലേ സൃഷ്ടാവ്? ദൈവത്തിൻ്റെ സ്നേഹമാണ് അവിടെ പ്രകടിപ്പിക്കപ്പെടുന്നത്. ബത്ലഹേം. അവിടെ നിന്ന് നമ്മൾ കാൽവറിയിലേക്ക് വരുമ്പോൾ എന്താ കാണുന്നത്? അവിടെ കൃപയാണ് കാണുന്നത്. കാൽവറിയിലെ ക്രൂശിലേക്ക് നോക്കുമ്പോൾ കൃപയാണ് കാണുന്നത്. കൃപ. അവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്, കൃപയെക്കുറിച്ചാണ് പറയുന്നത്. കൃപയെക്കുറിച്ച്. അത്യന്തം ഭയങ്കരമായ കൃപ, സകല മനുഷ്യർക്കുമുള്ള രക്ഷാകരമായ ദൈവകൃപ അവിടെ ഉദിച്ചു. ആ ബോധ്യം ആ 3 വാക്കിലുണ്ട് കേട്ടോ. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവ് നടത്തുന്ന ആ വിധങ്ങൾ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് വിഘടിക്കരുത്, ആത്മാവിനോട് മറുതലിക്കരുത്. ആത്മാവിനെ അനുസരിക്കണം. ആത്മാവ് നിന്നെ നേർനിലത്തിൽ നടത്തും, നിന്നെ ലക്ഷ്യത്തിൽ എത്തിക്കും. ഒരു കാരണവശാലും ജഡത്തെ അനുസരിക്കരുത്. ആത്മാവിന് വിധേയപ്പെട്ട, ആത്മാവിന് കീഴടങ്ങിയിരിക്കുക. ക്രൂശ് ചുമക്കാൻ വിളിക്കപ്പെട്ടവരാണ് നീ. അതൊരിക്കലും താഴെ വെക്കരുത്. ക്രൂശ് ചുമക്കണം. ആ സമർപ്പിത ജീവിതത്തിൽ നിന്ന് ഇളകരുത്. ഇതെല്ലാം ആ ആശീർവാദത്തിലുണ്ടെന്നേ. 3 വാക്കേ ഉള്ളൂ. പെന്തിക്കോസ്തുകാർ എന്തെങ്കിലും പറഞ്ഞു വിടുന്ന ആൾക്കാരല്ല. അവർക്ക് ഉത്തമമായ ബോധ്യങ്ങളുള്ളവരാണ്. അവരുടെ രക്ഷയെക്കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു വരുന്നത് എങ്ങനെയായിരിക്കും? ഭാവിയായിരുന്ന എന്നെ പിതാവ് ആകർഷിച്ചു, തൻ്റെ പുത്രൻ്റെ ക്രൂശിങ്കിലേക്ക് കൊണ്ടുവന്നു. ക്രൂശിൻ്റെ ദർശനം എന്നെ മാറ്റിമറിച്ചു. അതിന് കാരണഭൂതൻ പരിശുദ്ധാത്മാവാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം എൻ്റെ രക്ഷയിൽ പരിവർത്തിച്ചു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി. പിന്നത്തേതിലോ ആ സറണ്ടർ ചെയ്യപ്പെട്ട സമർപ്പിതനായ എന്നെ യാഗപീഠം ലിഫ്റ്റ് ചെയ്യുകയാണ്. ക്രൂശ് എന്നെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനുദിനം ലിഫ്റ്റ് ചെയ്യുകയാണ്. എങ്ങോട്ടാ? അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക്, അഥവാ മഹത്വത്തിലേക്ക് ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഓരോ ദിവസവും ഞാൻ മഹത്വത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിതാവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വെളിപ്പാടിൽ ഞാൻ മുൻപോട്ട് പോവുകയാണ്. സദ്ഗുണപൂർണനായ പിതാവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ. ആ വെളിപ്പാടുകളെല്ലാം ഞാൻ കണ്ടെത്തുന്നത് പുത്രനിലാണ്. അതാണ് അതിലെ വലിയ തമാശ. ആ വെളിപ്പാടുകളെല്ലാം ദേഹരൂപമായി വസിക്കുന്ന പുത്രനിലല്ലേ? ആ പുത്രനിലൂടെ ഞാൻ പിതാവിനെ അടുത്തടുത്തടുത്ത് അറിയുകയാണ്. പുത്രൻ വെളിപ്പെടുത്തി തരികയാണ്. അങ്ങനെ മുൻപോട്ട് പോവുകയാണ്. ഒടുക്കം ആ ആശീർവാദം കേട്ടാണ് ഞാൻ പിരിയുന്നത്. ഇന്നും നിങ്ങൾ ആ ആശീർവാദം കേട്ടാ പിരിയാൻ പോകുന്നത്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ കൂട്ടായ്മയും സംസർഗവും ഒരിക്കലും നമുക്ക് കൈമോശം വരില്ല. കാരണം അവിടെ നിന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. വാക്ക് മാറാത്തവൻ. എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കില്ല, കൈവിടില്ല പ്രിയനെ എന്നാണ്. 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യമായി പറയുന്നത്. ആശീർവാദ വാക്യം. ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കില്ല, കൈവിടില്ല. ആ വാക്തത്വ വചനങ്ങളെ ആശീർവാദത്തിനകത്ത് അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ? ആശീർവാദത്തിനകത്ത് അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. പുത്രനെ തന്ന പിതാവ്, പുത്രൻ തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി തന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ഈ സത്യങ്ങളെയെല്ലാം ബോധ്യപ്പെടുത്തുമാറ് വെളിപ്പാടിൽ നടത്തുന്നു. ആ ബോധ്യങ്ങളെല്ലാമായിട്ടാണ് മടക്കയാത്ര. ടാറ്റ, വീണ്ടും വരാം.
വീണ്ടും കാണും വരെ മാറാനാഥ. അതെന്താ? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വേഗം വരുന്നു. ഇതും പറഞ്ഞാന്നേ പിരിയുന്നത്. ഇതും പറഞ്ഞാ പിരിയുന്നത്. എന്തൊരു പ്രത്യാശയാ. നിങ്ങളുടെ ദൈവം ആരാന്നോ? നിങ്ങളുടെ ദൈവം ആരെന്നാണോ ചോദിച്ചത്? വല്ലതും മനസ്സിലായി കാണുമായിരിക്കുമോ? ആർക്കറിയാം. എന്തായാലും ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങളെന്താ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി കർത്താവ് അനുവദിച്ച അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഈ ബലത്തോടെ പിരിയുക. നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് പ്രതിവാദം ചോദിക്കുന്നവരോട് ഉറച്ച സ്വരത്തിൽ മറുപടി പറയുക. ഇന്നലെ രാത്രി ഞങ്ങളൊരു വാക്യം വായിച്ചു. ഷിജിപ്പാസെ അതും കൂടെ വായിച്ചു വിട്ടാരെ. 66 സങ്കീർത്തനത്തിൻ്റെ 14 വാക്യം. ഇന്നലെ രാത്രി ഒരു മെസ്സേജ് പറയാൻ വന്നെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ളൊരു സഹോദരൻ ഇങ്ങനൊരു വാക്യം റൈസ് ചെയ്തു. ആ വാക്യം റൈസ് ചെയ്തപ്പോൾ ആ വാക്യത്തെ പിടിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ടങ്ങ് പോയി അവസാനിപ്പിച്ചു. ആ വാക്യം ഇന്നും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. യെസ്, സാംസ് 66:16. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾക്കുവീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ. ഭക്തി ഇല്ലാത്തവരോടും ഭക്തി ഉള്ളവരോടും ഒക്കെയാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഞങ്ങളുടെ ദൈവം ആരെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ മറുപടി. ആ പിതാവ് തൻ്റെ സ്നേഹത്താൽ തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തു. അതിനെല്ലാം കാരണമായത് പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനമാണ്. പാഴും ശൂന്യമായ ജീവിതങ്ങളായിരുന്നു ഞങ്ങളുടേത്. പാഴും ശൂന്യമായിരുന്നു. പരിവർത്തിച്ച് ഞങ്ങളെ പരിവർത്തനത്തിലേക്ക് കൊണ്ടുവന്നു, രൂപാന്തരപ്പെടുത്തിയെടുത്തു, പുതിയ സൃഷ്ടിയാക്കിയെടുത്തു. ആ സന്തോഷത്തിലാണ് ഞങ്ങൾ അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരബലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുവാൻ ഇടപെടാതെ അടുത്തു വരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ബലത്തോടെ നമുക്ക് പിരിയാം. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.